വാസവൻ നായരെ കുറിച്ച് ഹസീന ടീച്ചറും മുസ്തഫ സാറും പ്രിയപ്പെട്ട പ്രിൻസിപ്പളും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചോ ഒക്കെ ഒന്നും അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പോകണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ സ്വന്തം വീട് പാലായിലാണ്. അവിടെ പാലാ സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി മുതൽ PG വരെ പഠിച്ചത്. പാലാ സെന്റ് തോമസ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2004 MD വാസവൻ നായരുടെ മിത്തുകൾ, MDയുടെ തിരക്കഥകളിൽ എന്ന് പറയുന്ന വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ച് കുറേ കാലം അങ്ങനെ ചെയ്ത് 2015 ഞാൻ ആ പ്രബന്ധം സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2016 ഞാൻ PhD ആ വിഷയത്തിൽ PhD നേടുന്നത്. ഇപ്പോൾ ഞാൻ റിസർച്ച് ഗൈഡാണ്. എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ 4 പേര് എൻ്റെ കൂടെ എൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള കാര്യമെന്ന് പറയുന്നത്. MD വാസുദേവൻ നായർ, നമ്മളെന്താ പറയാം, KP അപ്പൻ സാറ് പറയുന്ന പോലെ സമയതീരങ്ങളിലെ സംഗീതം നിലച്ചു എന്ന് പറയാം. MD വാസുദേവൻ നായർ ഡിസംബർ 25 ക്രിസ്മസ് രാത്രിയിൽ മരിക്കുമ്പോൾ KP അപ്പൻ സാറിൻ്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. സമയതീരങ്ങളിലെ സംഗീതം, അർത്ഥഗർഭമായ മൗനം വെടിഞ്ഞ് കഥയുടെ നിലയിലാ കയത്തിലേക്ക് MD മുങ്ങിത്താണ്. ഡിസംബർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം MD വാസുദേവൻ നായരുടെ നഷ്ടം എന്ന് പറയുന്നത്, ഡിസംബറിന്റെ നഷ്ടം എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. മലയാളിയെ സംബന്ധിച്ച് ഒരു മലയാളിയുടെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിലെ ഒരു സുവർണ കാലഘട്ടമാണ് MD വാസുദേവൻ നായരുടെ മരണത്തോടു കൂടി അവസാനിച്ചെന്ന് പറയാം. മലയാളിക്ക് ആരാണ് MD വാസുദേവൻ നായർ? അല്ലെ, മലയാളിയുടെ വൈകാരിക പ്രശ്നങ്ങളെ, വൈകാരികതയെ ഇത്രമാത്രം ഹൃദ്യമായി ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരനില്ല. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇവിടെ ഇരിക്കുന്ന, സ്റ്റേജിലിരിക്കുന്ന മുതിർന്ന അധ്യാപകരായിട്ടുള്ളവർക്കൊക്കെ MD വാസുദേവൻ നായരുടെ കൃതികൾ വായിക്കാതെ ആരും കടന്നു പോയിട്ടില്ല. ടീച്ചർ പറഞ്ഞ പോലെ മഞ്ഞും രണ്ടാമൂഴവും കാലും ഒക്കെ എല്ലാവരും വായിച്ച്, എല്ലാവരും സാഹിത്യം പഠിക്കാത്ത, സയൻസ് പഠിക്കുന്ന ആളുകൾ എല്ലാവരും വായിച്ച നോവലാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറയല്ലേ, മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ അന്ന് സാഹിത്യകാരന്മാരിൽ നമ്മളെ സംബന്ധിച്ച് യേശുദാസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കാലത്ത് ഒരു സംഗീതജ്ഞനെ കുറിച്ച് പറയുന്ന പോലെ അന്ന് സാഹിത്യം പഠിക്കുന്ന അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ച എല്ലാവർക്കും MD വാസുദേവൻ നായർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഓർമ്മയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു കാലത്തെ, നമ്മുടെയൊക്കെ മലയാളിയുടെ വികാര വിചാരങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്ത ആളാണ്. ശരിക്കും നമ്മൾ സിനിമ കാണുമ്പോൾ, നമ്മൾ സാഹിത്യം വായിക്കുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? എപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ കൂടെയും പരാജയപ്പെട്ടു പോയവൻ്റെയും കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ സിനിമ കാണുന്ന സമയത്ത് വിജയിച്ചവൻ്റെ കൂടെ അല്ല നമ്മൾ നിൽക്കുന്നത്, പരാജയപ്പെട്ടു പോയതിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെ ഒരു വില്ലനായിട്ടൊരു കഥാപാത്രത്തെ പോലും നമ്മൾ വെറുക്കാത്ത എന്തുകൊണ്ടാണ്? അയാൾ ഒരു പെൺകുട്ടിയെ, ഉഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അയാൾ ജീവിതത്തിൽ സ്നേഹിച്ചു. അയാൾ വീണ്ടും ആ പെൺകുട്ടിയുടെ ആങ്ങള ഹരിശ്രീ അശോകന്റെ അടുത്ത് നിന്ന് ചോദിക്കും, ദാസ എനിക്ക് ഉഷയെ കല്യാണം കഴിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ തൈലക്കാരനായ ഹരിശ്രീ അശോകൻ ചോദിക്കുന്നു, ഷിബു നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിന്റെ ഭ്രാന്തോ അതോ നിന്റെ അമ്മയുടെ ഭ്രാന്തോ എന്ന് ചോദിക്കുമ്പോൾ ആ കഥാപാത്രം പറയാണ്, ദാസ അല്ലെ, നിന്റെ അമ്മയെ ആരെങ്കിലും ഭ്രാന്ത അല്ലെങ്കിൽ നിന്റെ അമ്മയെ ആരെങ്കിലും ഭ്രാന്തി എന്ന് വിളിച്ചാൽ നിനക്ക് നോവില്ല ദാസ, എനിക്ക് നോവും ദാസ അല്ലേ. എൻ്റെ അമ്മ മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഴിവെട്ടി മൂടി അച്ഛൻ എങ്ങോട്ടോ പോയി. ഞാൻ കുറേ ദിവസം പട്ടിണി കിടന്നു, ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ എനിക്ക് വെള്ളവും ഭക്ഷണവുമായി വന്നത് ഈ ഉഷ മാത്രമേ ഉള്ളൂ. അന്ന് ഉഷ എൻ്റെ മനസ്സിൽ കയറിപ്പോയതാണ് ദാസ എന്ന് ഈ വില്ലനായിട്ടുള്ള കഥാപാത്രം പറയണം. എന്നിട്ട് പറയുന്നു, ഈ പെൺകുട്ടി ഉഷ എന്ന പെൺകുട്ടി ആരെയോ കല്യാണം കഴിച്ചു പോയി. വീണ്ടും ആ ഭർത്താവ് അല്ലെങ്കിൽ മരിച്ചുപോയ സമയത്ത് വിധവയായി വീണ്ടും കുട്ടിയുമായി വീണ്ടും തിരിച്ചു വരുന്ന സമയത്താണ് ഈ കഥാപാത്രം പോയി ചോദിക്കുന്നത്, വീണ്ടും എനിക്ക് ഉഷയെ കല്യാണം കഴിച്ചു തരാമോ എന്ന് ചോദിക്കുന്നത് ഈ രണ്ടാമതാണ്. അയാൾ ഉഷയെ സ്നേഹിച്ച സമയത്ത് അയാൾ കല്യാണം കഴിച്ചില്ല. ഉഷ വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും തനിക്ക് കല്യാണം കഴിച്ച് തരാമോ എന്നാണ് അയാൾക്ക് ചോദിക്കുന്നത്. അയാൾ വിട്ട് പറയാണ്, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ട് പൊയ്ക്കോളാം ദാസ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഒരിക്കലും സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെ. സ്നേഹിച്ച ആൾക്കാരെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സാധാരണ പിന്തിരിഞ്ഞു പോകുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആള് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴും ആ ആളിനെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ സ്നേഹം കൊതിക്കുകയും അല്ലെങ്കിൽ പരിഗണന ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം ആളുകളുടെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയവനെയും വേദനിച്ച് ജീവിക്കുന്നതിനെയും പരിഗണന കൊതിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് MD വാസുദേവൻ നായർ തൻ്റെ കഥയിൽ ആവിഷ്കരിച്ചത്. ഇപ്പൊ നിങ്ങൾ രണ്ടാം മൂഴം എന്ന് പറയുന്ന MD വാസുദേവൻ നായരുടെ മാസ്റ്റർപീസ് നോവലെടുത്ത് വായിച്ചു നോക്കുക. അതിൽ രണ്ടാം മൂഴം ഭീമനാണ് അതിൽ നായകൻ. അപ്പോൾ ജീവിതത്തിൽ എന്നും രണ്ടാം മൂഴക്കാരനായി മാറുക,
ഒന്നാം സ്ഥാനക്കാരനായി നിൽക്കേണ്ടി വരുന്ന സമയത്ത് പോലും സ്നേഹവും പരിഗണനയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എന്നും രണ്ടാം സ്ഥാനക്കാരനായി മാറിപ്പോകേണ്ട അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം ഇവിടെ പാഞ്ചാലി എന്ന് പറയുന്ന ആ കേന്ദ്ര കഥാപാത്രം, അദ്ദേഹത്തെ ആ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പാഞ്ചാലി സ്നേഹിച്ചത് ഈ ഭീമനാണ്. പാഞ്ചാലി സൗഗന്ധിക പുഷ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് തേടിക്കൊണ്ടുവന്ന് കൊടുത്ത ആളാണ്. പാഞ്ചാലിയെ ആക്ഷേപിക്കാൻ വന്ന അല്ലെങ്കിൽ ചാരിത്രം കവരാൻ വന്ന കീചകനെ കൊന്നത് ഈ ഭീമനാണ്. പാഞ്ചാലിക്ക് വേണ്ടി ദുര്യോധന്റെ മാറ് പിളർന്ന് രക്തമെടുത്ത ആള് ഈ ഭീമനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈ പാഞ്ചാലിയെ ഭീമനാണ്. അപ്പൊ ഭീമൻ വിചാരിച്ചു തീർച്ചയായും പാഞ്ചാലി തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഈ ഭീമൻ വിചാരിച്ചത്. കൗരവ പാണ്ഡവന്മാർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വാനപ്രസ്ഥത്തിന് വേണ്ടി പോകുന്ന സമയത്ത് എല്ലാവരും വരിവരിയായി പോവുകയാണ്. ഏറ്റവും മൂത്തവനായുള്ള ധർമ്മപുത്രർ പറഞ്ഞു, ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. അവർ യാത്ര ചെയ്യുന്ന സമയത്ത് പാഞ്ചാലി വീണുപോയി. അപ്പൊ ഭീമൻ പറഞ്ഞു, ധർമ്മപുത്ര അല്ലെങ്കിൽ ചേട്ടാ, പാഞ്ചാലി വീണുപോയി. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, അവൾ വീഴേണ്ടവൾ തന്നെയാണ്. കാരണം 5 ഭർത്താക്കന്മാരും ഉണ്ടായിട്ടും അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അർജുനനെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭീമൻ തിരിച്ചറിയുന്നത് അവൾ വീഴേണ്ടവൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ ഒരു നിമിഷം തകർന്നുപോയി. ഏറ്റവും കൂടുതൽ പാഞ്ചാലി സ്നേഹിച്ച ഭീമൻ അപ്പോൾ തിരിച്ചറിയുന്നു തന്നെയല്ല അവൾ സ്നേഹിച്ചത് അർജുനെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഭീമൻ വിചാരിച്ചു, തൊട്ട് പിന്നാലെ വരുന്ന ഭീമനെങ്കിലും അർജുനെങ്കിലും വീണ് കിടക്കുന്ന ഈ പാഞ്ചാലിയെ എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾ മൈൻഡ് ചെയ്തില്ല, അയാൾ പരിഗണിച്ചേയില്ല. വീണ് കിടക്കുന്ന പാഞ്ചാലിയെ കവച്ചു വെച്ചുകൊണ്ട് അർജുൻ മുന്നോട്ട് പോയി. അപ്പോൾ ഭീമൻ പറഞ്ഞു, അർജുന, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പാഞ്ചാലി ഇതാ വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, വീണ് കിടക്കുന്നവർക്ക് വേണ്ടി കത്ത് നിൽക്കാൻ സമയമില്ല എന്ന് പറയുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞ ആ വാക്ക് ഒരുപക്ഷെ പാഞ്ചാലി കേട്ടിട്ടുണ്ടാവുമോ? അതോ അപ്പോൾ വീശിയ കാറ്റിൽ ആ വാക്കുകൾ എവിടെയോ അലിഞ്ഞു ചേർത്തിട്ടുണ്ടാവുമോ? വീണ്ടും ഈ ഭീമൻ പാഞ്ചാലിയെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ പാഞ്ചാലിയോട് ചോദിക്കുന്നു, ഇനിയും നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? അല്ലെ, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ താൻ സ്നേഹിച്ച ആ പെൺകുട്ടി തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് വ്യക്തമായ തെളിവോടുകൂടി വീണ് പോയിട്ടും വീണ്ടും അവരെ തന്നെ വീണ്ടും വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരം ഒരു പ്രതിനിധിയാണ് ഭീമൻ എന്ന് പറയുന്നത്. അപ്പോൾ MD വാസുദേവൻ നായർ പറയുന്നു, വെള്ളിപ്പറവകൾ പറന്നിറങ്ങുന്ന ആകാശത്തിന്റെ കീഴിൽ കറുത്ത നിറമുള്ള കാട്ടിലേക്ക് പാഞ്ചാലിയും എടുത്തുകൊണ്ട് ഭീമൻ യാത്രയായി എന്ന് പറയുന്നിടത്താണ് രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുന്നത്. ആ നോവലിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ വായിച്ചു നോക്കുക ആ ഒരു നോവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കഥാപാത്രം ആരായാലും, ഭീമനായാലും പാഞ്ചാലി ആണെങ്കിലും അർജുനായാലും കഥാപാത്രം ആരായാലും അവർ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാൻ ഈ MD വാസുദേവൻ നായർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആരായിക്കോട്ടെ, അവരുടെയൊക്കെ വികാര വിചാരങ്ങളെ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങളുമായി പൊരുത്തം നൽകാൻ MDക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോയവന്റെയും സ്നേഹം നിഷേധിക്കപ്പെട്ടു പോയവന്റെയും പരിഗണന ആഗ്രഹിക്കുന്നവന്റെയും ഒരു തലത്തിലേക്ക് ഈ ഭീമനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ ഭീമൻ എന്ന് പറയുന്ന രണ്ടാം ഊഴക്കാരനായി പോകുന്ന ജീവിതത്തിൽ എത്രയോ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. നമ്മൾ പ്രവൃത്തിക്കനുസരിച്ച് പരിഗണന കിട്ടാതെ പോകുന്ന എത്ര സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന എത്ര നിമിഷങ്ങളുണ്ട്. സ്നേഹം തൂക്കി നോക്കുമ്പോഴും സ്ഥാനമാനങ്ങൾ അടുത്തു വരുമ്പോഴും നമ്മളൊക്കെ പിന്തള്ളപ്പെട്ടു പോവുകയും ഒന്നാം സ്ഥാനത്തേക്ക് മറ്റു ചില ആളുകൾ വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ദുഃഖവും പ്രയാസവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു പ്രതിനിധിയാക്കി ഈ ഭീമനെ മാറ്റിയെടുക്കാൻ MDക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. മഞ്ഞെന്ന് പറയുന്ന നോവല് വിമല എന്ന് പറയുന്ന നൈനറ്റാളിൽ പോയി അദ്ദേഹം നോവൽ എഴുതി എന്ന് പറഞ്ഞ സാറോടെ പറഞ്ഞല്ലോ. മഞ്ഞിൽ വിമല എന്ന് പറയുന്ന സ്ത്രീ കാത്തിരിക്കുകയാണ്. തന്നെ സ്നേഹിച്ച സുധീഷ് കുമാർ മിശ്ര എന്ന് പറയുന്ന കാമുകൻ അയാൾ എപ്പോഴോ തിരിച്ചുപോയി, ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. വീണ്ടും ഏതെങ്കിലും സീസൺ വരുന്ന സമയത്ത് നൈനിറ്റാളിൽ ഈ സുധീഷ് കുമാർ മിശ്ര വരുമോ എന്ന് കരുതി വിമല കാത്തിരിക്കുകയാണ്. ഓരോ സീസൺ വരുമ്പോഴും ഈ സുധീഷ് കുമാർ മിശ്ര വരുന്നുണ്ടോ എന്ന് ഈ സ്ത്രീ നോക്കും. അപ്പോൾ പറയും പ്രാവശ്യം വന്നില്ല. വീണ്ടും ഇവർ കാത്തിരിക്കുകയാണ്, അടുത്ത സീസണിൽ അവർ വരുമായിരിക്കും. എന്നിട്ട് വിമല പറയണം വരും, വരാതിരിക്കില്ല എന്ന് പറയണം. ആലോചിച്ച് നോക്കുക. അവിടെ വെച്ചാണ് സർദാർജി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വിമലയോട് പറയുന്നുണ്ട്, വിമലയും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പരിഭ്രമിക്കാനൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം ചോദിക്കില്ല, ഒരു ഉപാധിയും ഇല്ലാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾക്ക് ഒരാളോട് പറയാവുന്ന ഏറ്റവും നല്ല വാചകമല്ലേ ഇഷ്ടമാണ് അല്ലെങ്കിൽ അന്ന് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്കാണ്. ഒരാൾക്ക് ഒരാളോട് പറയാവുന്ന ഏറ്റവും നല്ല സന്ദേശവും ഏറ്റവും നല്ല വാക്കെന്ന് പറയുന്നു. അയാൾ പറഞ്ഞ വാചകം ആലോചിച്ച് നോക്കുക, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ അതിന് കാരണങ്ങളൊന്നുമില്ല, ഒരു ഉപാധിയും ഇല്ലാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, വഴി തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം ചോദിക്കില്ല,
ഒന്നിനും നിർബന്ധിക്കാതെ വെറുതെ ഒരു കാരണവുമില്ലാതെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അപൂർവങ്ങളിലായിട്ടുള്ള ചില ആളുകളുണ്ട് ഈ ലോകത്ത്. ആലോചിച്ച് നോക്കുക. ഇഷ്ടമില്ല എന്ന് പറയുന്ന സമയത്ത് പുറകെ നടക്കുകയും മണ്ണെണ്ണ ഒഴിക്കുകയും ആസിഡ് ഒഴിക്കുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന ഈ കാലത്ത് ആലോചിച്ച് നോക്കുക. ഒന്നിനും വേണ്ടിയല്ലാതെ നിഷ്കളങ്കമായി പ്രണയിക്കുന്നവരും ഈ ലോകത്തുണ്ട് എന്ന് MD വാസുദേവൻ നായർ കാണിച്ചു തന്നു എന്നുള്ളതാണ്. ആ നോവൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വായിച്ചാലും ഇല്ലെങ്കിലും ഈ നോവലാണ് എന്ന് അറിയാതെ പോലും ഒരു വാലന്റൈൻസ് ഡേ വരുന്ന സമയത്ത് ഇത് സ്റ്റാറ്റസ് ഇടുന്ന കുട്ടികളുണ്ട്. ആലോചിച്ച് നോക്കുക. അയ്യപ്പൻ എന്ന് പറയുന്ന ആള് പറയുന്നു, ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, ഇരിക്കാൻ ഇടമില്ലാത്ത എൻ്റെ ദുരിതമോർത്ത്, ഓർമ്മിക്കണം നീ മരണം വരെ, ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോർത്ത്. അല്ലേ? എൻ്റെ അയ്യപ്പൻ പറയുന്നതാണ്, ഒരു പെൺകുട്ടിയോട് പറയുന്നതാണ്. ഇറങ്ങി വരാൻ ഞാൻ പറയില്ല, എന്താണ്? ഇരിക്കാൻ ഇടമില്ലാത്ത എൻ്റെ ദുരിതമോർത്ത്, ഓർമ്മിക്കണം നീ മരണം വരെ, ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോർത്ത് എന്ന് പറയുന്ന ആ വാചകങ്ങളുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ എന്താണ് നിരന്തരം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, സ്നേഹിക്കാൻ കൊതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ MD വാസുദേവൻ നായർ തന്റെ കൃതിയിലൂടെ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ എടുത്തു നോക്കിയാൽ പോലും അതിനകത്ത് MDയുടെ സംഭാഷണങ്ങൾ വളരെ രസകരമാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലേ, കാലം എന്ന് പറയുന്ന നോവലിൻ്റെ അകത്ത് സുമിത്ര എന്ന് പറയുന്ന കഥാപാത്രം സേതുവിനോട് പറയുന്നുണ്ട്, സേതുവിന് എന്നും ഇഷ്ടം സേതുവിനോട് മാത്രമേ ഉള്ളൂ, സേതു എന്ന് സ്നേഹിക്കുന്നത് സേതുവിനെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാചകം ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലേ, നീ എനിക്ക് ആരൊക്കെയായിരുന്നു, നിനക്ക് അങ്ങനെ അല്ലെങ്കിലും. ആ 1-2 വാചകത്തിൽ ഒതുക്കി വെച്ച വികാരങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. എന്തിനാണ് ഒരുപാട് പറയുന്നതിന് പകരം ഒരു മൗനം. ഏറ്റവും കൂടുതൽ MD ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് മൗനമാണ് ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുന്നത്. അർത്ഥഗർഭമായ മൗനം. നീ എനിക്ക് ആരൊക്കെയോ ആണ്, നിനക്ക് അങ്ങനെ അല്ലെങ്കിലും, സേതുവിനൊന്നും ഇഷ്ടം സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന എത്രയോ നല്ല സംഭാഷണങ്ങൾ. സിനിമയിലൊക്കെ എത്രയോ മിമിക്രിക്കാർ അനേരിക്കുന്ന എത്രയോ നല്ല വാചകങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെ അർത്ഥഗർഭമായ ഒരുപാട് നല്ല വാക്കുകളും വാചകങ്ങളും MDയുടെ നോവലുകളിലും കഥകളിലുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ സിനിമ ഓപ്പോൾ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടികളെ കേന്ദ്ര സ്ഥാനത്ത് നിർത്തി കഥ പറയാന്ന് പറയാ. നിങ്ങൾ രാജമാണിക്യം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു? രാജമാണിക്യം, അതിൽ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പയ്യൻ അല്ലെ, ഒരു പയ്യൻ അവനിരിക്കുന്ന സമയത്ത് ഒരു കല്യാണം നടക്കുന്നു. അപ്പൊ പയ്യൻ ചോദിക്കുകയാണ്, ഇന്നെന്താണ് മുത്തശ്ശി, ഇന്നെന്താണ് അമ്മേ മഞ്ഞച്ചോറ്? അപ്പൊ പയ്യൻ പറയുന്നില്ല, നീ കഴിച്ചോ മോനെ എന്ന് പറയുന്നു. ആ പയ്യൻ ഇരിക്കുന്ന സമയത്താണ് ഒരു കാളവണ്ടിയിൽ അവന്റെ അമ്മയും സായികുമാറും ഒരു കാളവണ്ടിയെ കയറി പോരുന്നു. ഈ പയ്യൻ ഓടി ചെല്ലുവാണ്, പുറകെ ഓടുവാണ്. അപ്പൊ അവന് മനസ്സിലായി എന്റെ അമ്മ അവൻ ഇട്ടിട്ട് പോയി എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ഓടി ചെല്ലുവാണ്. മഴ നനഞ്ഞ് ആ രാത്രിയിൽ അവൻ ആ വീടിന്റെ വാതിൽക്കൽ മുട്ടി. അപ്പോൾ സായികുമാർ വന്ന് കഥ തുറക്കുന്നു. ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് മഴ നനഞ്ഞു നിൽക്കുന്ന ആ 10 വയസ്സ് താഴെയുള്ള പയ്യൻ പറയുന്നു, എൻ്റെ അമ്മയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ സായികുമാർ ചോദിക്കുവാണ്, ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ അമ്മ എന്ന് ചോദിച്ചു. അവൻ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ഈ സ്ത്രീയോട് ചോദിച്ചു, അറിയുമോ നീ ഇവനെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, അറിയില്ല എന്ന് പറയുന്നു. അല്ലേ, പെറ്റ അമ്മ അല്ലെ, അമ്മ പറയുന്നു ഒരു മകനെ അറിയില്ല എന്ന് അമ്മ പറഞ്ഞാൽ പിന്നെ ആ മകന് പറയാൻ പറ്റുമോ എൻ്റെ അമ്മയാണെന്ന് പറയാൻ കഴിയുമോ? പെറ്റ ആ സ്ത്രീ പറയുന്നു, ഇതെന്റെ മകനല്ല എന്ന് പറയുന്ന ആ നിമിഷം ഇവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോവാണ്. അപ്പോൾ സായികുമാർ ആ സ്ത്രീയോട് പറയുന്നു, ഈ പാതിരാത്രിയിൽ വന്ന് മഴ നനഞ്ഞു വന്ന് ഒരു മണിയറവാതിൽ കൊട്ടി വിളിച്ച് നിന്നെ ആക്ഷേപിക്കാൻ തക്ക പ്രായം ഈ ചെറുക്കനില്ല. കാരണം ചെറിയ പ്രായത്തിലുള്ള പയ്യനാണ്. തീർച്ചയായും ഇത്രയും ദൂരത്ത് മഴ നനഞ്ഞ് അവൻ ഓടി വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ചെറുക്കനെ നീ പെറ്റിട്ടുണ്ടാവും എന്ന് സായികുമാർ ആ സ്ത്രീയോട് പറയുന്നുണ്ട്. പക്ഷെ ആ പയ്യൻ തിരിച്ച് ഇറങ്ങിപ്പോവാണ്. ആ പുറകെ സായികുമാർ ഓടി. ഞാൻ സിനിമയിലെ കാര്യമാണ്, ആലോചിച്ച് നോക്കുക. അപ്പോൾ ബാല്യത്തിലെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കുക. ബാല്യത്തിലെ ചില കൈപ്പേറിയ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ഒരാളെ നിഷേധിയാക്കാനും ഒരാളെ മൗനിയാക്കാനും ഒരാളെ ഒരു കലാപകാരിയാക്കാനും ബാല്യത്തിൽ ഉണ്ടാകുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. അതാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ ഒരു ബാല്യത്തിലെ മുൻനിർത്തി കഥ പറയാൻ MDക്ക് വലിയ മിടുക്കാണ്. ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആ മേനക എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ മേനകയാണെന്ന് ഓപ്പോളായി അഭിനയിക്കുന്ന മാളു എന്ന് പറയുന്ന കഥാപാത്രം. അവർക്കൊരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ചുണ്ടായ കുട്ടിയാണ് ഈ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടി എന്ത് ചെയ്തു, അവര് അമ്മയെന്ന് വിളിപ്പിക്കുന്നില്ല. മുത്തശ്ശിയും ആ പെണ്ണിന്റെ അമ്മയെല്ലാവരും ചേർത്ത് സ്വന്തം അമ്മയെന്നല്ല കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. അവർ ഓപ്പോളെ, വടക്കൻ ഭാഷയിലെ ഓപ്പോളെ ചേച്ചി എന്നാണ് ആ കൊച്ചിനെ അമ്മയെ വിളിപ്പിക്കുന്നത്. ആ ചെറുക്കൻ അമ്മയുടെ കൂടെ കിടക്കുമ്പോഴും താമസിക്കുമ്പോഴും ഒക്കെ ചേച്ചി എന്ന് വിളിക്കുക. ചേച്ചി എന്ന് വിളിച്ചാൽ പോലും ആ കുട്ടിയും ആ അമ്മയും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം ഈ ഓപ്പോളിന്റെ കല്യാണമാണ്. അന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പതിവിന് വിപരീതമായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്ത്രീ ഓടി വന്ന് കൊച്ചിനോട് പറയുന്നു, മോനെ നല്ലപോലെ പഠിച്ചോണം, എന്നെ മിടുക്കനായിരിക്കണം, ആരോടും വഴക്ക് കൂടരുത്. അപ്പോൾ ഈ ചെറുക്കൻ ചോദിക്കണം, ഈ ഓപ്പോൾ ഇന്നെന്ത് പറ്റി, ഇന്ന് പതിവിന് വിപരീതമായി ഇന്നെന്താണ് അമ്മ ഓപ്പോൾ വന്ന് എന്നോട് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് കുട്ടി അത്ഭുതപ്പെട്ടു പോയി. അമ്മ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച്
ബാലങ്കൻ നായർ എന്ന കഥാപാത്രം ഈ ഓപ്പോളിനെ കല്യാണം കഴിച്ചു പോവാണ്. പക്ഷെ സ്കൂളിലിരുന്ന ആ പയ്യൻ ഓടി ഓടി കല്യാണ സ്ഥലത്തേക്ക് ഈ ചെറുക്കൻ എങ്ങനെയോ ഓടി ഓടി ചെല്ലുന്നു. ഈ കല്യാണ സ്ഥലത്ത് വെച്ച് ഓടി ചെന്ന് ഈ മേനകയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ വേണം അതിനകത്ത്. ആ ഫോട്ടോയിൽ ചെറുക്കൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഓപ്പോ പെറ്റ മകനെ അല്ലെങ്കിൽ മകൻ അമ്മയെ ഓപ്പോൾ എന്ന് വിളിച്ചാലും ചേച്ചി എന്ന് വിളിച്ചാലും ഏത് ഭാഷ വിളിച്ചാലും ചില വൈകാരികമായ ചില ബന്ധങ്ങളും ചില വിഷയങ്ങളുമുണ്ട്. അതിനെയൊന്നും ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ചില ബന്ധങ്ങളും ചില കാര്യങ്ങളുമുണ്ട്. അത്ര ആലോചിച്ച് നോക്കുക. ആ ഒരു വിഷയത്തെ എത്ര കൃത്യമായിട്ടാണ് അവതരിപ്പിക്കാൻ എം ടി വാസുദേവൻ നായർക്ക് കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കുക. കാരണം എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാവുക? ജീവിതത്തിൽ ഓരോ മനുഷ്യരും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കൊതിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ആ മോഹമാണ്, ജീവിക്കാൻ ഒരുപാട് മോഹമുള്ള ആളുകളുണ്ട്. അവർ മോഹിക്കുന്ന ആൾക്കാർ അത് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് പരാജയപ്പെട്ടു പോകുന്ന ആൾക്കാർ, നേടി നമ്മുടെ കയ്യെത്തും ദൂരത്ത് കിട്ടിയിട്ട് തട്ടിപ്പോകുന്ന അവസ്ഥ, അങ്ങനെ ജീവിക്കാൻ കൊതുകുന്ന എത്ര ആൾക്കാരുണ്ട്. അങ്ങനെയാണല്ലോ ഒരു നല്ലൊരു കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ ഓപ്പോള് മകനെ ഉപേക്ഷിച്ച് പോലും പോകാൻ തയ്യാറാവുന്ന ആലോചിച്ച് നോക്കുക. ആ സ്ത്രീയുടെ കാര്യത്തിൽ അവരുടെ പക്ഷത്ത് നോക്കുമ്പോൾ അവർ ചെയ്ത് ശരിയാണ്. ആ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ അവന് നഷ്ടമാവുന്ന അവന്റെ ജീവിതം മാത്രമാണ്. അവൻ എങ്ങനെയായി തീരും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അവൻ അസുരവിത്തായി തീരുമോ, അവൻ അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത് അത് കാലം തെളിയിക്കുന്ന കാര്യമാണ്. അപ്പൊ എം ഡിയുടെ ഏത് കൃതി എടുത്തു നോക്കിയാലും, അദ്ദേഹത്തിന്റെ സിനിമ നോക്കിയാലും, അദ്ദേഹത്തിന്റെ കഥ എടുത്തു നോക്കിയാൽ പോലും എല്ലാറ്റിലും ഇത്തരം ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ വടക്കം വീരഗാഥ, അന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ച സിനിമയാണ് ഒരു വടക്കം വീരഗാഥ എന്ന് പറയുന്നത്. അത് നിലവിലൊരു കഥയാണ്. ചന്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചതിക്കുന്ന ചന്തു. അതുകൊണ്ടാണല്ലോ മലയാള സിനിമയിൽ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ് ജയസൂര്യ വെച്ച് ഒരു പടം തന്നെ ഉണ്ടായിരുന്നു. ചന്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ചതിക്കുമെന്നാണ്. പക്ഷെ വടക്കം പാട്ടെന്ന് പറയുന്ന ആരും എഴുതി വെച്ചല്ല. പാണന്മാരിങ്ങനെ പാടി നടക്കുന്ന പാട്ടുകളാണ്. പാടുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള പോലെ പാടാം, എനിക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും പാടാം. അപ്പൊ പാടുന്ന സമയത്ത് നായകന് എല്ലാ നല്ല ഗുണങ്ങളും വില്ലന്മാർക്ക് എല്ലാ ദുർഗുണങ്ങളും ചേർത്ത് കൊടുക്കുന്ന രീതിയുണ്ട്. ഇപ്പോഴും നിങ്ങൾ സിനിമ കാണുമ്പോൾ അങ്ങനെയല്ലേ, ഒരു വില്ലന്റെ ഏറ്റവും മോശം വില്ലനെ പ്രവൃത്തി കാണുമ്പോഴാണ് അവസാനം ഒരു നായകൻ വന്നാൽ മതിയായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നായകൻ വരുന്നു. അങ്ങനെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അപ്പൊ വില്ലന്മാർക്ക് എല്ലാ ദുർഗുണങ്ങളും ഏറ്റവും മോശക്കാരനും വില്ലനാണ്. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ നോക്കുന്ന സമയത്ത് വില്ലനെ പിടിക്കാൻ പലപ്പോഴും ചെല്ലുന്ന നായകൻ എവിടെയാണ് ചെല്ലുന്നത്? ഒരു ബാറിലാണ്. ആ സമയത്ത് ഈ നായകൻ വില്ലൻ ബാറിലെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വില്ലൻ എന്ത് മോശക്കാരനാണോ? ഇല്ല, നായകൻ കുറച്ചു നേരം അവിടെ കസേരയൊക്കെ പോയിരിക്കും. ആ സമയത്ത് നമ്മളും ആ വില്ലൻ കാണുന്ന രീതിയിൽ തന്നെ നമ്മളും ആ ഡാൻസ് ഒക്കെ നമ്മളും കാണും. ആ വില്ലനിലൂടെ നമ്മളും എന്താണ് ഈ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വില്ലന്മാരൊക്കെ എല്ലാ കുഴപ്പക്കാരും, നായകനൊക്കെ ആ ബാറിൽ ചെല്ലുന്നു, വില്ലിനെ പിടിക്കാൻ ചെല്ലുന്ന കാഴ്ചയൊക്കെ ഇപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ വില്ലനായി അവതരിപ്പിച്ച ഈ ചന്തു, അപ്പോൾ എം ടി വാസുദേവൻ നായർ വടക്കം പാട്ട് പലതവണ പല വേർഷനിലുള്ള വടക്കം പാട്ട് എടുത്ത് വായിച്ചു നോക്കിയ സമയത്ത് എം ടി നോക്കിയ സമയത്ത് എവിടെയാണ്, ആരാണ് ചന്തു ആരെയാണ് ചതിച്ചത്? വായിച്ചു നോക്കിയ സമയത്ത് ചന്തു ആരെയും ചതിച്ചതായി വടക്കംപാട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് ജീവിതത്തിൽ ഉടനീളം ഈ ചന്തു ചതിക്കപ്പെടുകയായിരുന്നു എന്ന് എം ടി വാസുദേവൻ നായർക്ക് മനസ്സിലായി. അങ്ങനെ എം ടി തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ എനിക്കൊരു ബോധ്യം കിട്ടിയ സമയത്ത് എനിക്ക് തിരക്കഥ എഴുതാൻ വല്ലാതെ ത്രില്ലായിരുന്നു. എഴുതിയ സമയത്ത് എന്നെ ഇത്രമാത്രം ത്രില്ലടിപ്പിച്ച ഒരു തിരക്കഥ ഉണ്ടായിട്ടില്ല എന്നാണ് എം ടി വാസുദേവൻ നായർ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ പറയില്ല, എം ടിയുടെ സിനിമയിലൊക്കെ പറഞ്ഞ സമയത്ത് എം ടി പറയുന്നുണ്ട് അല്ലേ, മലയനോട് തൊടുത്തു ഭരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു ഇല്ലേ, പിന്നെ സ്നേഹം തൂക്കി നോക്കിയ സമയത്ത് ചങ്ങാതി തോൽപ്പിച്ചു, പ്രണയം നോക്കിയ സമയത്ത് കാമുകി എന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വാക്കുണ്ട്. ജീവിതത്തിൽ ഉടനീളം ചന്തു ചതിക്കപ്പെടുകയായിരുന്നു എന്ന് എം ടിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഈ എം ടി വാസുദേവൻ നായർ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒറ്റപ്പെട്ടവനും വേദന അനുഭവിക്കുന്നവനും സ്നേഹം കുതിക്കുന്നവനും പരിഗണന അർഹിക്കുന്ന ഒരു കഥാപാത്രമാക്കി എം ടി ഈ ചന്തുവിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രമുണ്ട്. വടക്കം പാട്ടില് ഈ അരിങ്ങോടർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഈ അംഗത്തിന് പോകുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, രണ്ടുപേർ തമ്മിൽ ചെറിയ കാര്യത്തിൽ തർക്കം നടക്കുമ്പോൾ അത് തർക്കം തീർക്കുന്നത് എങ്ങനെയാണ്? രണ്ട് അംഗത്തട്ടിലുള്ള രണ്ട് ചേകവന്മാരെ വിളിച്ച് അവർ തമ്മിൽ യുദ്ധം ചെയ്ത് അതിലൊരാൾ മരിക്കും. ആര് ജയിക്കുന്നു? അവന്റെ പക്ഷക്കാരൻ ജയിക്കുന്ന രീതിയിലേക്കാണ് അംഗം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ആർക്കോ വേണ്ടി അംഗം വെട്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരു ചേകവന്റെ ദുഃഖം എന്ന് പറയുന്നത് ഈ വടക്കം പാട്ടിലില്ലേ? അരിങ്ങോടർ എന്ന് പറയുന്ന അത്തരം ഒരു കഥാപാത്രമായി എം ടി പറയുന്നുണ്ട്. കാരണം എന്താ? ആർക്കോ വേണ്ടി ഒരു ചാവർ പടയാളിയുടെ മനസ്സ് ആർക്കോ വേണ്ടി വെട്ടിമരിക്കുക. ഈ വെട്ടിമരിക്കുന്ന ആളിന് ഭാര്യയില്ലേ, അവന് അച്ഛനും അമ്മയില്ലേ, അവൾക്ക് മക്കളില്ലേ? എന്നാലോചിച്ച് ഒരു നിമിഷം കൊണ്ട് വിധവകളായി തീരുന്ന സ്ത്രീകള്, അച്ഛനില്ലാതെ പോകുന്ന കുട്ടികള്, മക്കളില്ലാതെ പോകുന്ന അച്ഛനമ്മമാര്. അപ്പോൾ ഒരു ചാവർ പടയാളിയുടെ ഒരു മനസ്സ് ഈ വടക്കം പാട്ടിൽ കണ്ടെത്താൻ എം ടി വാസുദേവൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ വടക്കം വീരഗാഥ എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിലേക്ക് ഒരു വലിയ ഒരു സ്ഥാനം എന്ന് പറയുന്നത്.
അപ്പോൾ വടക്കം വീരഗാഥ സിനിമ കണ്ടു കഴിയുമ്പോൾ ദൈവമേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ചന്തുവിന്റെ അവസ്ഥ, ഇത്രയും കാലം നമ്മൾ ചന്തുവിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയല്ലോ എന്ന് പറയുന്ന ഒരു കുറ്റബോധത്തോടു കൂടിയാണ് മലയാളികൾ ഈ സിനിമ കണ്ടിറങ്ങുന്നത്. അതുപോലെ തന്നെ പെരുന്തച്ഛൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. പെരുന്തച്ഛന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു ഐതിഹ്യമാണ്. പെരുന്തച്ഛന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയും പെരുന്തച്ഛൻ കോംപ്ലക്സ് എന്ന് പറയും. അസൂയ മൂത്ത് നമ്മൾ ഒരാളെ കൊല്ലുമ്പോൾ അല്ലെ, എന്താണ് പെരുന്തച്ഛന്റെ കഥ? അസൂയ മൂത്ത് ഒരു അച്ഛൻ സ്വന്തം മകനെ ഒളിവീഴ്ത്തി കൊന്നു എന്ന് പറയുന്ന ഒരു കഥയാണ്. പക്ഷെ ഇത് വായിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരച്ഛൻ മകനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും അത് അയാൾ അസൂയ മൂത്ത് മകനെ കൊന്നു എന്ന് പറയും. തൊഴിലിലുള്ള കിടമത്സരം മൂലം കൊന്നു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമുക്കത് മതി. പക്ഷെ ഒരു എഴുത്തുകാരൻ ചിന്തിക്കുമ്പോൾ അച്ഛനും അല്ലെ സ്വന്തം മകനും അയാൾക്ക് അച്ഛനാണ്, അതോടൊപ്പം തന്നെ അവനെ വിദ്യ പഠിപ്പിച്ച അച്ഛനുമാണ്. അച്ഛനും ഗുരുവുമായ ഒരാൾ ഒരു തൊഴിലിൽ ഒരു മകൻ ഉയർന്നു വരുമ്പോൾ അവനെ ഉളി വീഴ്ത്തി കൊന്നു എന്ന് പറയുന്നത് മുഖവിലേക്ക് എടുക്കാൻ ഒരു എഴുത്തുകാരന് കഴിയില്ല. ഒരൊറ്റ ഉത്തരം കൊണ്ട് ഒരു എഴുത്തുകാരൻ തൃപ്തനാവുന്നില്ല. അയാൾ വീണ്ടും അന്വേഷിക്കും എന്തിനാണ് അച്ഛനും ഗുരുവുമായ ഒരാൾ മകനെ കൊന്നത്, എന്തിനു വേണ്ടി? അങ്ങനെയാണ് ഈ പെരുന്തച്ഛനെ കുറിച്ച് അന്വേഷിച്ച് വരുമ്പോൾ പെരുന്തച്ഛന്റെ മകന് മറ്റൊരു പ്രണയകഥ, ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്ന് MD വാസുദേവൻ നായരുടെ ഒരു സ്ഥലത്ത് മറ്റൊരു ഐതിഹ്യമുണ്ട്. അതിലേക്ക് ചേർത്ത് വെച്ചാണ് MD വാസുദേവൻ നായർ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലെ, ഒരു മകൻ നല്ല നിലയ്ക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ അസൂയമൂത്ത് നിങ്ങളെ കൊല്ലുമോ? അല്ലെ, നിങ്ങൾ മിടുക്കനായി കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഇവൻ എന്നേക്കാൾ കേമനായി എന്ന് കരുതി നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൊല്ലുമോ? അല്ലെ, എപ്പോഴും നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ഈ കുട്ടികളിലൂടെയാണ് ജീവിക്കുന്നത്. അല്ലെ, നിങ്ങളൊരു റാങ്ക് കിട്ടിയ സമയത്ത് നിങ്ങൾ നല്ലൊരു പൊസിഷൻ എത്തുമ്പോൾ നമ്മൾ പറയില്ല ആ കുട്ടി ഞാൻ പഠിപ്പിച്ചതാണ്, എനിക്കറിയാം അവൻ അന്നേ മിടുക്കനായിരുന്നു. അപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അധ്യാപകർ വിദ്യാർത്ഥികളിലൂടെയാണ് ജീവിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ മാതാപിതാക്കള് മക്കളിലൂടെയാണ് ജീവിക്കുന്നത്. അവരുടെ പേരിലാണ് അവർ അഭിമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു അധ്യാപകൻ, ഒരു മാതാപിതാക്കള് തീർച്ചയായും കുട്ടികളുടെയും അല്ലെങ്കിൽ മക്കളുടെയും ഉയർച്ചയിൽ അവർ അസൂയ മൂത്തവരെ കൊല്ലുവോ? ഒരിക്കലും ചെയ്യില്ല. ആ സാധാരണ ബുദ്ധി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പക്ഷെ MD വാസുദേവൻ നായർ അതിനെ മാറ്റിമറിച്ചെടുത്ത് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ കഥയാക്കി മാറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പെരുന്തച്ഛന്റെ ജനനം എങ്ങനെയാണ് അല്ലെ? വരരുചി എന്ന് പറയുന്ന അച്ഛൻ അല്ലെ, പെറ്റ സമയത്ത് തന്നെ ആ കുട്ടിക്ക് വായുണ്ടോ എന്ന് ചോദിച്ചു. വായുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ പറയപ്പെട്ട പന്തിരികുലത്തിന്റെ കഥയൊന്ന് വായിച്ചു നോക്കുക. അതിൽ ജനിച്ചപ്പോൾ തന്നെ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോയ ആളാണ്. അപ്പൊ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒരു വാത്സല്യം കിട്ടാതെ ഒരു കുട്ടിയാണ്. ജീവിതകാലം മുഴുവനും അയാൾ അന്വേഷിച്ചത് ഈ സ്നേഹവും വാത്സല്യവുമായിരുന്നു. ഒരു പരിഗണനയുമാണ് ഈ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ആൾ അന്വേഷിച്ചുകൊണ്ടേയിരുന്നത്. അതുപോലെ തന്നെ പെരുന്തച്ഛന്റെ മകൻ അല്ലെ, അദ്ദേഹം അമ്മ പ്രസവത്തിൽ തന്നെ അമ്മയും മരിച്ചുപോയി. പെരുന്തച്ഛന്റെ മകനും അങ്ങനെയായിരുന്നു. വാത്സല്യവും സ്നേഹവും ഒക്കെ ബാല്യത്തിൽ കിട്ടാതെ പോയ ഒരു കുട്ടികളുടെ ബാല്യകാലം എപ്പോഴും MDയുടെ കൃതികളിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ PTA മീറ്റിങ്ങിന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിവൃത്തി ഉണ്ടെങ്കിൽ കാരണന്മാരെ കൊണ്ടുവരികയില്ല. അങ്ങോട്ട് പോയി വേണ്ട, ആ ടീച്ചർ കുറ്റവും പറയും. PTA മീറ്റിംഗ് വിളിച്ചാൽ പറയും അമ്മ ദൈവം ഏത് അഭിപ്രായം ഒന്നും പറയില്ല, അമ്മ ഇപ്പടി സെക്രട്ടറി ആക്കും, ഒന്നും മിണ്ടല്ലേ എന്ന് പറയും. നിവൃത്തി ഉണ്ടെങ്കിൽ പറയും എന്തിനു വന്നു, എന്റെ കൂട്ടുകാർ മുഴുവൻ കളിയാക്കും, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ച് ഇപ്പൊ ഈ പ്രായത്തിൽ നിങ്ങൾ അവരെ വിലക്കും. വന്നാൽ പോലും നിങ്ങൾ വിലക്കും. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ലോ 6ലോ 2ലോ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് വരാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനെയും കൊണ്ടുവരും, നിങ്ങൾ അമ്മയും കൊണ്ടുവരും, നിങ്ങൾ ചേച്ചിനെയും ചേട്ടനെയും ഒക്കെ പരമാവധി ആളുകൾ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇല്ലേ, അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലം, മാതാപിതാക്കളും നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും എൻ്റെ സ്കൂളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലമെല്ലാം കഴിഞ്ഞ് വളർന്ന് നിങ്ങൾ വലുതായി കഴിയുമ്പോഴാണ് ഇവരൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്ക് നിങ്ങൾ മാറുമെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കൊല്ലം SN കോളേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി, ഒരു ഡിപ്പാർട്ട്മെന്റിലെ കുട്ടിയെ താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, പേപ്പറിൽ എഴുതി വെച്ചിരിക്കുകയാണ് നമ്പർ. ഞാൻ ആ കുട്ടിയെ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു മുകളിൽ നിൽക്കുകയാണ്. ആ കുട്ടി താഴേക്ക് ഇറങ്ങി വന്നു. അമ്മയ്ക്ക് കുട്ടിയുടെ വെച്ച് നോക്കുമ്പോൾ പരിഷ്കാരമൊന്നുമില്ല. ആ താഴത്തെ നിലയിൽ വെച്ച് ഈ കുട്ടി അമ്മയെ ഭയങ്കരമായി ചീത്ത വിളിക്കുകയാണ്. അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ആ റൂട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞല്ലേ, അമ്മ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ അമ്മയെ വഴക്ക് പറയണം. ആ കുട്ടി വെച്ച് നോക്കുമ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ ഈ അമ്മയ്ക്ക് പരിഷ്കാരമില്ല, അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല, അമ്മയ്ക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കാൻ കഴിവില്ല. ആ സൗന്ദര്യബോധമൊക്കെ വന്നോടുകൂടിയാണ്, സൗന്ദര്യബോധവും കാര്യങ്ങളും വന്നോടുകൂടിയാണ് അമ്മ വരരുതെന്നും വന്ന അമ്മയെ ആട്ടിപ്പായിക്കുകയും ചെയ്ത ആ കുട്ടിയുടെ ഇത്രപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കാലത്ത് അച്ഛനും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവരും കൂടെ വരണം, രണ്ടുപേരും സ്കൂളിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നൊരു കാലമുണ്ട്. ആ കാലത്ത് നിന്ന് ഇവർ വേണ്ടാത്തൊരു കാലത്തിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ആഗ്രഹിക്കുന്ന സമയത്ത് രക്ഷകർത്താക്കൾ കൂടെ ഇല്ലാതെ പോകുന്നൊരു കാലമുണ്ട്. ആ കാലം എന്ന് പറയുന്നത് തീർച്ചയായും ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞിലെ ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കാലത്ത് ഇവരാരും അടുത്തില്ലാതെ പോവുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ MDയുടെ കൃതികളിലൊക്കെ ഇത്തരം ഒറ്റപ്പെട്ടു പോവുക, ബാല്യത്തിൽ തന്നെ അച്ഛനും അമ്മയും ഇല്ലാതായി പോവുക, ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കഥ
വലുതാവുമ്പോൾ ഈ സ്നേഹം അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ചെറുപ്പത്തിൽ കിട്ടാതെ പോയ സ്നേഹം വലുതാവുമ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ജീവിക്കാൻ നമുക്ക് വലിയ കൊതിയാണ് അല്ലേ, ജീവിക്കാൻ ഭയങ്കര കൊതിയാണ്. ഓരോരുത്തരും ഒക്കെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് കിട്ടാതെ പോകുന്നത് നമുക്ക് നേടിയെടുക്കാൻ ഏത് കാലത്തും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് ലോകത്തുള്ള എല്ലാറ്റിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഒരു പുലിയെ കണ്ടാൽ നമുക്ക് ഓടി മാറി നിൽക്കാം, ഒരു പാമ്പിനെ കണ്ടാൽ നമുക്ക് മാറി നിൽക്കാം. ചിരിച്ചുകൊണ്ടൊരു മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവനെ തിരിച്ചറിയുക? അവന്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഈ ലോകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരേ ഒരു ആളെന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ മാത്രം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ ആരാണെന്ന് മറ്റൊരാൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഒരിക്കലും പറയാൻ കഴിയില്ല. നമുക്ക് പല സമയങ്ങളിൽ പോലും നമുക്ക് നമ്മളെ പോലും മനസ്സിലാകുന്നില്ല. അപ്പോഴെങ്ങനെയാണ് നമ്മൾ മറ്റൊരാളെ കുറിച്ച് നമ്മൾ പറയാൻ കഴിയുക? മറ്റൊരാളെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? ഇല്ലേ, അങ്ങനെയാണ്. ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പം അല്ലെ അവരുടെ ദുഃഖങ്ങളും പ്രയാസവും എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയാൻ കഴിയുക? പക്ഷേ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരന് തീർച്ചയായും മറ്റൊരാളുടെ ഹൃദയത്തെ അറിയാൻ കഴിയുന്നുള്ളതാണ് അല്ലെ. ഒരാൾ പ്രതിഭാശാലി അല്ലെ. യേശുദാസ് എങ്ങനെയാണ് പാടാൻ കഴിയുന്നത്? നമുക്കെല്ലാം പാട്ടറിയാം, പക്ഷെ യേശുദാസിന് മാത്രം എങ്ങനെ പാടാൻ കഴിയുന്നു? അല്ലെങ്കിൽ ശോഭനയ്ക്ക് എങ്ങനെ ഇത്ര മനോഹരമായി നൃത്തം ചെയ്യാൻ കഴിയുന്നു? ശോഭനയ്ക്ക് എങ്ങനെ കഴിയുന്നു? അല്ലെങ്കിൽ പടം വരയ്ക്കാൻ നമുക്കും കഴിയുന്നുണ്ട്, പക്ഷെ മനോഹരമായി വരയ്ക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നത്? അതിന് ചോദ്യത്തിന് ഉത്തരവില്ല. ചില ആളുകൾ പ്രതിഭാശാലിയായി ജനിക്കുന്നുവെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലെ. ബെന്യാമിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്? അപ്പൊ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന് മഴയോട് ചോദിക്കുകയാണ്, മഴ നിങ്ങൾ എങ്ങനെയാണ് പെയ്യുന്നത്? പുഴയോട് ചോദിക്കുവാണ്, നിങ്ങൾ എങ്ങനെയാണ് ഒഴുകുന്നത്? അല്ലെങ്കിൽ ഒരു പക്ഷിയോട് ചോദിക്കുവാണ്, നിങ്ങൾ എങ്ങനെയാണ് പറക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുണ്ടോ? ആദ്യമായി ഈ വേനൽക്കാലം കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് അതിലെ ആദ്യത്തെ തുള്ളി എവിടെയാണ് പതിച്ചത്? ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ അല്ലെ? ഭൂമിയിലേക്ക് പെയ്യുന്ന മഴയിൽ ആദ്യത്തെ തുള്ളി പതിച്ചത് എവിടെയാണ് എന്ന ചോദ്യത്തിന് നമുക്കിന്ന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. എല്ലാ മഴത്തുള്ളികളും മുത്തായി മാറുന്നില്ലല്ലോ അല്ലേ. സാഹിത്യ ഭാവന അനുസരിച്ച് പറയുമ്പോൾ കടലിനടിയിൽ കിടക്കുന്ന ചിപ്പിയിലേക്ക് നേരിട്ട് പതിക്കുന്ന മഴത്തുള്ളികൾ മാത്രമേ മുത്തായി മാറുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും മോശമായ അനുഭവങ്ങളൊന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മോശം അനുഭവങ്ങളുണ്ട്. പക്ഷെ എല്ലാ മോശം അനുഭവങ്ങളും നമുക്കൊരു കഥയാക്കി, ഒരു കവിതയാക്കി, ഒരു നാടകമാക്കി, നോവലാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തെ കാറ്റ് മറിച്ചിടും. പക്ഷെ അതേ സമയത്ത് തന്നെ അതേ കാറ്റ് ഒരു മുളയുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മുളയ്ക്കുള്ളിൽ സുഷരങ്ങളുണ്ട്. ആ മുളയുടെ ഉള്ളിലൂടെ ഈ കാറ്റ് കടന്നു പോകുമ്പോൾ മനോഹരമായ വീണ സംഗീതമാണ് ഉണ്ടാവുക അല്ലെ. ഒറ്റയ്ക്ക് നിൽക്കുന്ന മരത്തെ മറച്ചിട്ട് അതേ കാറ്റാണ് ഒരു മുളങ്കാടിനുള്ളിൽ കടന്നു പോകുമ്പോൾ അവിടെ ഓടക്കുള്ള നാദമാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. അപ്പോൾ മുളങ്കാടുകൾ പാടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. അപ്പൊ പ്രതിഭാശാലിയായ ആളുകളുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും മോശം അനുഭവങ്ങൾ പോലും ഒരു കഥയും കവിതയും നാടകവും ഒരു സാഹിത്യകൃതിയായി മാറുന്നത് കണ്ടോ? അത് പ്രതിഭാശാലിയുടെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അങ്ങനെയായി മാറുന്നു. അപ്പോൾ ഒരു കഥയും കവിതയായി മാറ്റാൻ നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കഥയും കവിതയുമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ഒരു പത്രത്തിലൊരു വാർത്ത, ഒരു ദിവസം നക്സലേറ്റ് പ്രസ്ഥാനം നടക്കുന്ന സമയത്ത്, നക്സലേറ്റ് MD വാസൻ നായർ മരിച്ച സമയത്ത് അജിത എന്ന് പറഞ്ഞ സ്ത്രീ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു, അജിത. അപ്പൊ നക്സലേറ്റ് പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് എന്താണ് നക്സലേറ്റ് പ്രസ്ഥാനം അല്ലെ? ജന്മിമാരെയൊക്കെ കൊന്ന് അവരെ മൊത്തത്തോടെ കൊന്ന് അവരുടെ ഭൂമിയൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീതിച്ചെടുക്കുന്ന ഒരു പ്രസ്ഥാന ചിന്താഗതിയായിരുന്നു. അന്ന് ഈ നക്സലേറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ജന്മി കുടുംബത്തെ മൊത്തത്തോടെ കൊന്ന് ജയിലിൽ പോയി തിരിച്ച് പരോളിൽ വന്നൊരു വാർത്ത പത്രത്തിൽ വന്നു അല്ലേ. ഒരു നക്സലേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതിയാണ്. ആ യുവതി ജയിലിൽ കിടന്ന സമയത്ത് തിരിച്ച് പരോളിൽ ഇറങ്ങി രോഗിയായി കിടക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടതിന് ശേഷം തിരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്തയുണ്ട്. ആ വാർത്തയാണ് MD വാസൻ ആലോചിക്കുകയാണ്. ഈ പെൺകുട്ടി ജയിലിൽ നിന്ന് കുറെ ആളുകളെ കൊന്നാണ് ജയിലിൽ പോയത്. ഇവിടെ പരോളിൽ തിരിച്ചു വന്ന സമയത്ത് അവൾ വന്നപ്പോൾ നാട്ടിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അവളെ സ്വീകരിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? 15 ദിവസം അവളുടെ നാട്ടിൽ താമസിച്ചു. ആ സമയത്ത് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക? അന്ന് MD വാസൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു പോകുമ്പോൾ ആ MD വാസൻ കഥ എഴുതി തിരിച്ചു പോകുന്നിടത്ത് ഒരു കൊലപാതകങ്ങളും നടത്തിയിട്ടാണ് ആ പെൺകുട്ടി തിരിച്ച് ജയിലിലേക്ക് പോകുന്നത്. പഞ്ചാഗ്നി എന്ന് പറയുന്ന ഗീതയുടെ ഇന്ദിര എന്ന് പറയുന്ന ശക്തമായ കഥാപാത്രമുള്ള പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ ഒരു ചെറിയ പത്രവാർത്തയിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ ഒരു ചെറിയ സംഭവങ്ങളിൽ നിന്ന് മറ്റൊരാളുടെ ഒരു പത്രവാർത്തയിൽ നിന്നാണ് പ്രതിഭാശാലിയായ MD വാസൻ നായർ ഒരു കഥ എഴുതിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോഹിതദാസ് എന്ന് പറയുന്ന ആള് തൃശ്ശൂര് കലാമണ്ഡലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരാൾ മദ്യപിച്ച് കലാമണ്ഡലത്തിലേക്ക് കല്ലെടുത്തെറിയുകയാണ്. അപ്പൊ ആലോചിച്ചു. അപ്പം ലോഹിതദാസ് ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും ഒരാൾ കള്ള് കുടിച്ച് ചീത്തയും പറഞ്ഞുകൊണ്ട് കലാമണ്ഡലത്തിലേക്ക് കല്ലെടുത്തെറിയുന്നത്? എന്തിന്
ഒരു ചോദ്യമുണ്ട് അല്ല, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പോകുന്ന സമയത്ത് ഈ TK കോളേജിലേക്ക് നിങ്ങൾ ചീത്തയും വിളിച്ചുകൊണ്ട് കല്ലെടുത്തെറിയുവാണെങ്കിൽ എന്തായിരിക്കും കാര്യം? അല്ല, എന്തോ സംഭവം, നിങ്ങളെ വേദനിപ്പിച്ച എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. അപ്പോൾ ഇയാൾ ആലോചിച്ചു, എന്തിനായിരിക്കും കലാമണ്ഡലത്തിലേക്ക് പ്രായം ചെന്ന ഒരു മനുഷ്യൻ മദ്യപിച്ച് കല്ലെടുത്തെറിഞ്ഞ് എന്തിന് എന്നുള്ള ലോഹിതദാസിന്റെ ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൽ നിന്നാണ് കമലദളം എന്ന് പറയുന്ന ഒരു സിനിമ പിറക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ മറ്റൊരാളുടെ കാഴ്ചയിലൂടെ, മറ്റൊരാളുടെ ഒരു ചെറിയ സംഭവം മതി, ഒരു സംഭവത്തിലൂടെ ഒരു കഥ കണ്ടെത്താനും സിനിമ കണ്ടെത്താനും കഴിയുന്ന പ്രതിഭാശാലികളായ ആളുകളുണ്ട്. ഒരു പത്രവാർത്ത വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു സിനിമ കണ്ടെത്താൻ കഴിയുന്ന ആളുകളുണ്ട്. ഇപ്പൊ MD വാസുദേവൻ നീലത്താമര, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് അമ്പലത്തിന് നടയിൽ എന്തെങ്കിലും പൈസ കൊണ്ട് പ്രാർത്ഥിച്ച് അമ്പലത്തിന് നടയിൽ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം നടക്കും. കാര്യം നടക്കുവാണെങ്കിൽ ആ ദിവസം പിറ്റേ ദിവസം ആ കുളത്തിൽ ഒരു നീലത്താമര വിരിയും. അവരുടെ വിശ്വാസമായിരുന്നു. അപ്പോൾ MD വാസുദേവൻ വിചാരിച്ചു, ഈ ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ച് നമുക്കൊരു കഥ എഴുതണമല്ലോ, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്തൊരു സിനിമയാണ് നീലത്താമര എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അവരുടെ കഥകളുണ്ട്, നിലവിലുള്ള കഥയുണ്ട്, സംഭവങ്ങളുണ്ട്, സ്വന്തം നേരിട്ടെഴുതുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി ജീവിതവുമായി ബന്ധിപ്പിച്ച ഒത്തിരി കഥയുണ്ട്. നിങ്ങൾ വൈശാലി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു നോക്കണം അല്ലെ. ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു മുനികുമാരൻ, അദ്ദേഹത്തെ എന്താണ്, അംഗരാജ്യത്ത് മഴ പെയ്യുന്നില്ല. എങ്ങനെ മഴ പെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം രാജപുരോഹിതൻ പറഞ്ഞു, കാടിനുള്ളിൽ വിഭാണ്ഡകൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുണ്ട്. ആ മഹർഷിയുടെ മകൻ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ഒരു മുനികുമാരനുണ്ട്. ആ മുനികുമാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു പറയും. പക്ഷെ മുനികുമാരന്റെ കാട്ടിനുള്ളിലാണ്. ഈ വിഭാണ്ഡകൻ എന്ന് പറയുന്ന ആള് ഉഗ്ര തപസ്യാണ്. ചെല്ലുമ്പോൾ തന്നെ പാറക്കെട്ടുകളെ, മലമടക്കുകളെയാണ് അവർ കാവൽ നിർത്തിയിരിക്കുന്നത്. ക്രൂരസിംഹങ്ങളും മൃഗങ്ങളുമാണ് ഈ കാടിന് കാവൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഈ ഋഷ്യശൃംഗനെ എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരും? സ്ത്രീ എന്ന് പറയുന്ന ഒരു വർഗം ഉള്ളതുപോലും അറിയിക്കാതെയാണ് ഋഷ്യശൃംഗനെ വിഭാണ്ഡകൻ വളർത്തുന്നത്. കാരണം വിഭാണ്ഡകൻ എന്ന് പറയുന്ന ആള് വലിയ സന്യാസിയായിരുന്നു. അയാൾ ഒരു ദിവസം ഈ പുഴയുടെ തീരത്തൂടെ നടന്നു പോകുമ്പോഴാണ് അപ്സര സുന്ദരികളായ ചില സ്ത്രീകൾ, അല്ലെങ്കിൽ അവർ അപ്സര സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. അത് കണ്ട് അദ്ദേഹത്തിന് സ്ഥലമുണ്ടായി, വികാര വിചാരങ്ങളുണ്ടായി. തന്റെ ബീജത്തെ പാഴാക്കി പോകരുതെന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ ബീജത്തെ എടുത്ത് തൊട്ടുപറ്റേ കണ്ട ഒരു മാനിൽ നിക്ഷേപിച്ചു, ഒരു മാൻപേടയിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗൻ എന്ന വാക്കിന്റെ അർത്ഥം നെറ്റിയിൽ കൊമ്പുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പൊ അമ്മയില്ലാതെ, അമ്മയാരെന്നറിയാതെ, ഭൂമിയിൽ സ്ത്രീ ഉണ്ടെന്നുള്ള വർഗം പോലും അറിയാതെ അച്ഛനെ മാത്രം കണ്ട് ജീവിച്ച ഒരാളാണ് ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന ആള്. ആ ആളിനെ എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരും? ആ നാട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യുമെന്ന് പറയും. അപ്പോഴാണ് ആ നാട്ടിലെ വൃത്തിയായ ഒരു വേശ്യ ഈ ചുമതല ഏറ്റെടുക്കുകയും ആ ചെറുക്കനെ വശീകരിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരികയും അങ്ങനെ മഴ പെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞ ഒരു കഥ ഋഷ്യശൃംഗന്റെ കഥയുണ്ട്. ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ MD വാസുദേവൻ ആലോചിച്ച് നോക്കി, ഈ ഋഷ്യശൃംഗൻ വന്നതിന് ശേഷം ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആ ദാസി പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു അല്ലെ? നമ്മൾ ഋഷ്യശൃംഗന്റെ കഥ വന്ന് മഴ പെയ്തോടുകൂടി കഥ അവസാനിക്കുകയാണ്. അവിടം കൊണ്ടൊരു എഴുത്തുകാരൻ കഥ നിർത്തുന്നില്ല. അയാൾ ആലോചിച്ചു, ഈ നാട്ടിലേക്ക് ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന ആ ദാസി പെൺകുട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അവളെ കാര്യം കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കപ്പെട്ടു പോയി. അവളെ പിന്നെ ആരും നോക്കിയില്ല അല്ലെ? മനുഷ്യരെന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ? ഉപയോഗമുള്ളപ്പോൾ മാത്രം ലാളിക്കപ്പെടുന്ന വളർത്തു മൃഗങ്ങളാണ് മനുഷ്യരെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്നത് അങ്ങനെയാണല്ലേ? നമ്മൾ ഗ്യാസ് ഊറ്റി തലേ ചുവന്നോട്ട് പോകുന്നത് ഗ്യാസ് ഊറ്റിയുടെ ഇഷ്ടം കൊണ്ടാണോ? അല്ല. നമ്മൾ എന്തിനേയും വളർത്തുന്നതും നമ്മൾ എല്ലാത്തിനെയും വളർത്തുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഉപയോഗമുള്ളപ്പോൾ മാത്രം ലാളിക്കപ്പെടുന്ന വളർത്തു മൃഗങ്ങളാണ്. നമ്മൾ കോഴിയെ വളർത്തും, പന്നിയെ വളർത്തും, പശുവിനെ വളർത്തും. കാര്യം കഴിയുമ്പോൾ നമ്മളതിനെ കൊന്നതിനും. എപ്പോഴും മനുഷ്യരെങ്ങനെയാണ്? ഉപയോഗമുള്ളപ്പോൾ മാത്രം നമ്മൾ ലാളിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നിഷ്കരണം നമ്മളെ പുറത്താക്കുന്ന ഒരു ലോകം ഇവിടെ ഉണ്ട്. MD വാസുദേവൻ പറയുന്നു, ഉപയോഗമുള്ളപ്പോൾ മാത്രം ലാളിക്കപ്പെടുന്ന വളർത്തു മൃഗങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നു. അപ്പോൾ വൈശാലി എന്ന് കഥാപാത്രം കണ്ടപ്പോൾ പറഞ്ഞു, ഇവർ കാര്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട, നിഷ്കരണം പുറത്താക്കി ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു പാവം പെൺകുട്ടി. അവർക്കൊന്നും ജീവനുമില്ല, ജീവിതവുമില്ല. ചില ആൾക്കാരുണ്ടല്ലേ, ജീവിച്ചിരിക്കുമ്പോഴും അവർ ജീവിച്ചിരിക്കുന്നതായി കണക്കാക്കിയല്ല, അവർക്ക് ജീവനുണ്ടെങ്കിലും ജീവിതമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം ഒരു ആളിനെയാണ് വൈശാലി എന്ന് പറയുന്ന ആ സിനിമയിൽ MD വാസുദേവൻ കണ്ടെത്തി. ആ സിനിമ കണ്ടു നോക്കുക. അതിന്റെ തിരക്കഥയുടെ സമയത്ത് എത്ര കൃത്യമായിട്ടാണ് ആ പെൺകുട്ടിയെ ഭരതനാണ് സിനിമ സംവിധാനം ചെയ്തത്. ഭരതൻ അത്ര കൃത്യമായിട്ടാണ് ആവിഷ്കരിച്ചെന്ന് ആലോചിച്ച് നോക്കുക. ഈ സിനിമയിലെ ഋഷ്യശൃംഗൻ വിഭാണ്ഡകനോട് പറയുന്നുണ്ട്, അച്ഛ എന്തോ കഥ പറഞ്ഞ സമയത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛ ഞാനുണ്ടായ മാതൃഗർഭം ഏതാണ്? ഏതൊരു ജന്തുവിനും ജനിച്ചു വീഴാൻ ഒരമ്മയുടെ ഗർഭപാത്രം ആവശ്യമാണ് എന്ന് വിഭാണ്ഡകൻ മുനികുമാരോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെറുക്കൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ചു വീണ മാതൃഗർഭം ഏത്?
പെട്ടെന്ന് വിഭാണ്ടകന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. സ്ത്രീ എന്നുള്ള വർഗം അറിയിക്കാതെയാണ് വളർത്തുന്നത്. അപ്പം മകന്റെ ചോദ്യത്തിന് ഉടനെ വിഭാണ്ടകൻ പറഞ്ഞു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്, നിന്റെ ഏകാഗ്രത ഈയിടെ കുറഞ്ഞിട്ടുണ്ട്, നീ ഒന്നും കൂടെ ധ്യാനത്തിലേക്ക് ഏർപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവുകയാണ്. കാരണം ആര് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും പക്ഷിമൃഗാദികള്, മൃഗങ്ങള്, മറ്റ് ഭൂമിയിലെ ജന്തുക്കള് ഇതിനൊക്കെ കണ്ടും കേട്ടുമല്ലേ ഈ ഋഷിസംഘം വളരുന്നത്. ആരും പഠിപ്പിച്ചാലും പഠിപ്പിച്ചില്ലെങ്കിലും സ്വാഭാവികമായ ചില വികാര വിചാരങ്ങള് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകിയില്ലേ. എത്ര കാലം അതിനെ അടിച്ചമർത്തി വെക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം വൈശാലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ചെന്ന സമയത്ത് തീർച്ചയായും ഒരു മുനികുമാരനെ വേഷത്തിൽ ചെന്ന ഋഷിശൃംഗൻ ഈ ആളെ കണ്ടപ്പോൾ തന്നെ ആകൃഷ്ടനായി. ഭൂമി സ്ത്രീ കൊണ്ടത് പോലും അറിയാൻ മേലാത്ത ഋഷിശൃംഗൻ ഈ വൈശാലിയിൽ ആകൃഷ്ടനായി തിരിച്ചു വരികയാണ്. കൂടെ നാട്ടിലേക്ക് പോരുകയാണ്. അവിടെ വന്ന സമയത്ത് ഈ വൈശാലി അങ്ങോട്ട് വൈശാലിയെ ഈ നിയോഗിക്കുന്ന സമയത്ത് വൈശാലിയുടെ അമ്മയുണ്ട്, മാലിനി എന്ന് പറയുന്ന കഥാപാത്രം. ആ രാജാവിനോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ഈ രാജാവിന്റെ ആദ്യകാലത്തെ ഒരു നർത്തകി കൂട്ടുകാരിയായിരുന്നു ഈ വൈശാലിയുടെ അമ്മ എന്ന് പറയുന്നത്. അപ്പൊ മാലിനി രാജാവിനോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ വൈശാലിയെ സ്വന്തം മകളായി അംഗീകരിക്കണം എന്ന് കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അപ്പം ദൗത്യമൊക്കെ കഴിഞ്ഞ് ഈ വന്ന സമയത്ത് എല്ലാവരും ഇപ്പോൾ തന്നെ രാജാവ് പറഞ്ഞു, ഋഷിസിംഗനെ എൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിക്കാൻ പോവാന്ന് രാജാവ് വിളംബരം ചെയ്ത സമയത്ത് എല്ലാവരും വിചാരിച്ചു ഈ വൈശാലിയെ രാജാവ് സ്വീകരിക്കും, ഋഷിസിംഗനെ കൊണ്ട് കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്താണ് ആൾക്കൂട്ടം നോക്കിയിരിക്കെ ശാന്ത എന്ന് പറയുന്ന വളർത്തും മകളെ ഋഷിസിംഗന് കല്യാണം കഴിച്ചു കൊടുത്തു. ആൾക്കൂട്ടം അടപോയ സമയത്ത്, ആൾക്കൂട്ടം ആടിപ്പാടിപ്പോയ സമയത്ത് മാലിനി എന്ന് പറയുന്ന സ്വന്തം അമ്മ ആൾക്കൂട്ടത്തിന് ചവിട്ടേറ്റ് അവിടെ വീണ് മരിച്ചു പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ സിനിമ അവസാനം ഇങ്ങനെയാണ്, ആൾക്കൂട്ടം ആടിപ്പാടി പോകുന്ന സമയത്ത് വൈശാലി എന്ന് പറയുന്ന പെൺകുട്ടി തനിയായി പോകുന്നു. തനിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ട് ജീവിതത്തിൽ എന്തെല്ലാം നേടാൻ കുടിച്ച ആ പെൺകുട്ടിക്ക് ഇതുവരെ എന്താണോ ഉണ്ടായിരുന്നത് അത് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് പെയ്ത ആ മഴയിൽ ഒലിച്ചു പോയത് വൈശാലിയുടെ സ്വപ്നങ്ങളായിരുന്നു. ആൾക്കൂട്ടം ചവിട്ടി മതിച്ചത് എന്ന് പറയുന്നത് വൈശാലിയുടെ ജീവിതമായിരുന്നു. ആലോചിച്ച് നോക്കുക, എല്ലാ കാലത്തും എന്തെങ്കിലും നേടാൻ കൊതിക്കുകയും അത് നേടാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ടു പോവുകയും ഉള്ളതും കൂടെ ഇല്ലാതായി പോകുന്ന ഒരു കൂട്ടം കഥാപാത്രത്തെയാണ് MD വാസുദേവൻ നായർ ഈ സിനിമയിലും ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അദ്ദേഹത്തിന് ഏത് കൃതി എടുത്തു നോക്കിയാലും, കഥ എടുത്തു നോക്കിയാലും, നോവൽ എടുത്തു നോക്കിയാലും, സിനിമ എടുത്തു നോക്കിയാലും, ഏതെടുത്ത് നോക്കിയാലും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. ഇവർക്കെല്ലാം MDയുടെ ഏത് കഥാപാത്രം എടുത്ത് നോക്കിയാലും അവർക്കൊക്കെ ബാല്യം നഷ്ടപ്പെട്ടു പോയവരാണ്. ഒന്നെങ്കിൽ അച്ഛനില്ല, അല്ലെങ്കിൽ അമ്മയില്ല, കൈപ്പേറിയ ബാല്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ തകർന്നു പോയ ഒരു കൂട്ടം ആളുകളാണ് ഈ സിനിമയിലും ഇദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ കാണണം. അപ്പം മലയാളിയെ സംബന്ധിച്ചോളം, നമ്മൾ ഏതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വിജയിച്ചവനോടല്ലല്ലോ നമുക്ക് ഇഷ്ടം. എപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ട് തകർന്നു പോയവന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ആടി 2 എന്ന് പറഞ്ഞ സിനിമയില്ലേ, ഷാജി പാപ്പാൻ എന്നും പറഞ്ഞ ഒരു വില്ലൻ. അതിൽ ഏത് സിനിമ എത്രയോ വില്ലന്മാർ ആ സിനിമയിലുണ്ട്. എല്ലാവരോടും നമുക്കൊരു അനുഭൂതിയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ സാത്താൻ സേവിയർന്നോ അല്ലെങ്കിൽ ഡൂഡ് എന്ന് പറയും എത്രയോ കഥാപാത്രമുണ്ട്. ഇവരൊക്കെ എന്തെല്ലാം നേടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്നവരാ മുഴുവൻ ആ സിനിമയിലുള്ള മുഴുവൻ ആൾക്കാരും. പക്ഷെ ആരോടെങ്കിലും നമുക്ക് ആ സിനിമയിലെ വില്ലനോട്, ഏതൊരു വില്ലനോട് നമുക്കൊരു വെറുപ്പ് തോന്നിയോ? ഒരാളും തോന്നില്ല. കാരണം എന്താണ്? അവരും ജീവിതത്തിൽ നേടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് അമളി പറ്റി പരാജയപ്പെട്ടു പോയ ആൾക്കാരാണ്. എല്ലാ കാലത്തും മനുഷ്യരൊക്കെ നമ്മൾ എപ്പോഴും എല്ലാവരും പരാജയപ്പെട്ടു പോയവൻ്റെയും തോറ്റുപോയവന്റെ കൂടെയും ഒറ്റപ്പെട്ടു പോയവൻ്റെയും കൂടെ നിൽക്കാനാണ് ഒരു പ്രേക്ഷകരായിട്ടുള്ളവർക്കും ആസ്വാദകരായിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വിജയിച്ചവന്റെ കൂടെ അല്ല ഈ ലോകം, സാഹിത്യം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ മറ്റു പലതുമായിരിക്കും, പക്ഷെ സാഹിത്യത്തിൽ ഇപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോയവന്റെ കൂടെയാണ് നമ്മൾ നിൽക്കാറുള്ളതെന്നാണ്. അപ്പോൾ ഇവിടെ MD വാസുദേവൻ നായർ സിനിമയിലേക്ക് വന്ന സമയത്ത് സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യകാല സിനിമ എടുത്തു നോക്കുക. ആദ്യകാല സിനിമ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു വിജയിച്ച നാടകങ്ങളുണ്ട്. അവർ നിർമ്മാതാവ് പറയും, നമുക്ക് സിനിമയിൽ 5 കുതിരയോട്ടം വേണം, 6 കാറ് ഓട്ടം വേണം, 3 ബാർ ഡാൻസ് വേണം, അല്ലെങ്കിൽ പിന്നെ 5 സംഘടനം വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അങ്ങനെ ഒരു കഥകളെല്ലാം ചേർത്ത് വെച്ച് സിനിമ ചെയ്യുന്ന കാലത്താണ് MD വാസുദേവൻ നായർ തിരക്കഥാ ലോകത്തേക്ക് വന്നത്. അങ്ങനെ MD തിരക്കഥ എഴുതി തുടങ്ങിയ കാലം തൊട്ടാണ് തിരക്കഥ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപത്തിന് മാന്യമായ സ്ഥാനമുണ്ടായത്. നിങ്ങൾ തിരക്കഥ പഠിക്കുന്നുണ്ട്. നമ്മൾ തിരക്കഥ എന്ന് പറഞ്ഞ സാഹിത്യ രൂപമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അത് MD തിരക്കഥ എഴുതിയ കാലത്താണ്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പറയും MDയുടെ സിനിമ എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ കലയാണ്. ഒരു സംവിധായകന്റെ കലയാണ്. ക്യാമറ ഇവിടെ വെക്കണം, എങ്ങനെ വരണം, എങ്ങനെ വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന സംവിധായകനാണ്. സിനിമ എന്ന സംവിധായകന്റെ കലയാണ്. പക്ഷെ MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അത് സിനിമ, സംവിധായകന്റെ സിനിമ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. പഴശ്ശിരാജ പറഞ്ഞില്ല, പഴശ്ശിരാജയുടെ കാര്യം പറഞ്ഞു, അത് ഹരിഹരനാണ് സംവിധാനം ചെയ്തത്. പക്ഷെ ഹരിഹരന്റെ പേരിലല്ല. വടക്കം വീരാഗ് എന്ന് പറയുന്നത് ഹരിഹരൻ സംവിധാനം ചെയ്തു, അത് ഹരിഹരന്റെ പേരിലല്ല.
പെരുന്തച്ചൻ എന്ന് പറയുന്ന അജയനാണ് സംവിധാനം ചെയ്തത്, അല്ലെങ്കിൽ അജയന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇതെല്ലാം തിരക്കഥ എഴുതിയ MD-യുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? MD തിരക്കഥ എഴുതുമ്പോൾ അതിൽ വ്യക്തമായും കൃത്യമായും എങ്ങനെ ക്യാമറ വെക്കണമെന്നുള്ള കാര്യം പോലും അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ വൈശാലി എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നതാണ്, കടുത്ത വരൾച്ചയാണ്. വരൾച്ച കാരണം ആളുകൾ നാട് വിട്ടു പോവുകയാണ്. വെള്ളം കിട്ടാതെ ഇരുന്ന് പോയ ഒരു കൂട്ടം, ഇരുന്ന് ഇരിപ്പിൽ ചത്തുപോയ ഒരു കൂട്ടം ആളുകളുണ്ട്. കാള നടന്നു പോകുന്ന സമയത്ത്, വെള്ളം കിട്ടാതെ പോകുന്ന സമയത്ത് നടന്നു പോകുന്ന ഒരു കാള അവിടെ വീഴുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് MD വാസന എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് MD പറയാണ്, നടന്നു പോകുന്ന സമയത്ത്, ആളുകൾ നാട് വിട്ടു പോകുന്ന സമയത്ത് ഒരു കാള കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ വരണ്ട പ്രദേശത്ത് ഒരു ഉണങ്ങിയ മരത്തിൽ നിന്നുകൊണ്ട് ഒരു കഴുകൻ ഇത് കാണുന്നുണ്ട്. ക്യാമറ കഴുകന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. MD പറയുന്ന ഒരു കഥാപാത്രം ഒരു കാള വീഴുന്നത് പോലും ഒരു കഴുകനാ കാണുന്നത്. അപ്പൊ പറയാണ് ക്യാമറ കഴുകന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യക്തമായി പറയണം. അല്ലെങ്കിൽ ഒരു സിനിമ നടക്കുന്ന സമയത്ത്, ദയ എന്ന് പറഞ്ഞ സിനിമ നടക്കുകയാണ്, ആ പറയുന്നു കഥ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു മണലാരണ്യത്തിന്റെ വിവിധ ഭാഗത്ത് ഒരു സ്ഥലത്തിരുന്നു ഒരാൾ കഥ പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ യാത്രയാവുന്നു. ഈ സമയത്ത് സ്ക്രീനിന്റെ വിവിധ ഭാഗങ്ങളിൽ ടൈറ്റിൽ അല്ലെ, ഒരു ടൈറ്റിൽ പോലും എങ്ങനെ എഴുതി കാണിക്കണമെന്ന് തിരക്കഥയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ സമയത്ത് ഒരു ടൈറ്റിൽ കൊടുക്കണം എന്ന് വരെ കൃത്യമായി എഴുതി വെക്കുകയാണ്. ഒരാൾ വെറുതെ ഇരുന്നാൽ പോലും അദ്ദേഹം പറയുന്നു, വെറുതെ ഇരിക്കുന്ന കഥാപാത്രം അയാളുടെ മനസ്സിൽ ഇതാവാം അയാൾ ചിന്തിക്കുന്നു അല്ലെ. വെറുതെ ഇരിക്കുന്ന ഒരു സാറ് വെറുതെ ഇരിക്കുകയാണ്, ആ സാറിന്റെ മനസ്സിൽ നമുക്ക് സിനിമയിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല, എങ്കിലും MD എഴുതി വെക്കും അയാളുടെ മനസ്സിൽ ഇതാവാം അയാൾ ചിന്തിക്കുന്നത് എന്ന് പോലും കൃത്യമായി എഴുതി വെക്കുന്ന ആളാണ്. അപ്പൊ MD-യുടെ തിരക്കഥ എടുത്ത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ക്യാമറാമാന് അതേപടി ചിത്രീകരിച്ചാൽ മാത്രം മതി. നിങ്ങളൊരു സിനിമ കാണുക, എന്നിട്ട് MD-യുടെ തിരക്കഥ എടുത്ത് ആ കൂടെ ഇരുന്ന് നോക്കുക. ആ തിരക്കഥയിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരു കാര്യം പോലും അതിന് ആ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു വ്യത്യസ്തമായ രീതിയിൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ നോക്കുക, MD-യുടെ തിരക്കഥ ആദ്യമായി നിങ്ങൾക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒരു സിനിമ ചെയ്യാനോ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ MD-യുടെ ഒരു തിരക്കഥ എടുത്ത് വായിച്ചു നോക്കുക. പലതവണ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യേണ്ടത്, ഒരു ഷോർട്ട് ഫിലിം ചെയ്യേണ്ടത് എന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു തിരക്കഥ എഴുതുന്ന സമയത്ത്, അത് ഒരു കഥാപാത്രത്തെ കാണുന്ന സമയത്ത് അയാളുടെ വേഷം ഇന്നതായിരിക്കും, ആളുടെ വേഷം, ആൾക്ക് ഇത്ര പ്രായമുണ്ട്, അയാളുടെ മുഖഭാവം എങ്ങനെയാണ്, അയാളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, അയാളുടെ നടക്കും രീതി എങ്ങനെയാണ്, ഇങ്ങനെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ, അത് അതേപോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. സംഭാഷണം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, സംഭാഷണങ്ങൾ പോലും വളരെ ചെറിയ സംഭാഷണങ്ങളാണ്. പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പെരുന്തച്ചൻ പറയാണ്, ഒരു ശില്പം കൊത്താൻ പോവാണ്. അപ്പൊ ഭാർഗവി തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു മണിച്ചിറത്താഴിലെ ഈ ശ്രീദേവിയെ പൂട്ടിയിടുമെന്ന് പറയുന്ന ആ ശ്രീദേവിയായിട്ട് അഭിനയിച്ച ആ സ്ത്രീയാണ് ഭാർഗവി തമ്പുരാട്ടി. ഭാർഗവി തമ്പുരാട്ടിയുടെ കൊട്ടാരത്തില് ഒരു ശില്പം കൊത്താൻ പോവാണ്. അപ്പൊ പെരുന്തച്ചൻ പറയുന്നു, ശില്പം കൊത്തണം, ദേവിയുടെ രൂപം കൊത്തുവാണ്. ഒരു രൂപം കൊത്തണമെങ്കിൽ എന്റെ മനസ്സിൽ ഒരു രൂപം വേണം. തമ്പുരാട്ടിയുടെ മുഖം ഞാൻ കുറച്ചു നേരം നോക്കി നിൽക്കട്ടെ, എന്നിട്ട് ആ രൂപം ഞാൻ മനസ്സിൽ പതിപ്പിച്ച് ആ രൂപം ഞാൻ കല്ലിൽ കൊത്താം എന്നാണ് പറയുന്നത്. അപ്പൊ സന്ധ്യാസമയത്ത് ഒരു വിളക്കെടുത്ത് ഈ തമ്പുരാട്ടിയുടെ മുഖത്ത് പിടിച്ച് ആ തമ്പുരാട്ടിയുടെ രൂപം പെരുന്തച്ചൻ മനസ്സിൽ ആവാഹിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ രൂപം കല്ലിൽ അയാളെ കൊത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരാൾ താഴെ ഒരു ബിംബം കൊത്തുവാണ്. കൊത്തുന്ന സമയത്ത് ഞാൻ പറയാണ്, നിങ്ങളുടെ രൂപമാണ് ഞാൻ കൊത്താൻ പോകുന്നത് പറയുകയാണ്. കല്ലിൽ ഒരു ഉളി വീഴുന്ന ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് എന്ത് ആകാംക്ഷയായിരിക്കും, നിങ്ങളുടെ രൂപമല്ലേ കൊത്താൻ പോകുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുഖവും കാര്യങ്ങളും എങ്ങനെയായിരിക്കും അയാൾ കൊത്തുന്നത് എന്നുള്ള ആകാംക്ഷ നമുക്കുണ്ടാകില്ലേ? നിങ്ങളുടെ മുന്നിലിരുന്ന് ഒരാൾ പടം വരയ്ക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പടം കാണാൻ നോക്കി വരയ്ക്കുമ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് എന്ത് ആകാംക്ഷയായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പെരുന്തച്ചൻ ആ ഭാർഗവി തമ്പുരാട്ടിയുടെ മുഖം നോക്കി രാത്രിയിൽ അയാൾ ശില്പം കുത്തുകയാണ്. ആ സ്ത്രീക്കാണെങ്കിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങാൻ ഓരോ നിമിഷവും തന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഈ സ്ത്രീ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. താഴേക്ക് പാതിരാത്രി സമയത്ത് ഈ സ്ത്രീ താഴേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോഴത്തേക്കും രൂപമൊന്നും പൂർത്തിയായില്ല. അപ്പൊ പെരുന്തച്ചൻ പറഞ്ഞു, കുറച്ചു ഭാഗം കൂടെ കൊത്താനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാർഗവി തമ്പുരാട്ടി പറയുന്നു, പണി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമാണെങ്കിലും വന്ന് വിളിക്കണം, എനിക്ക് വന്ന് കാണണമെന്ന് ആഗ്രഹമാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് നെടുപടി അയാൾ പുറത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് ബിംബമൊക്കെ കൊത്തിക്കഴിഞ്ഞു. പെരുന്തച്ചൻ ബിംബം കൊത്തി തീർന്നപ്പോഴത്തേക്കും ഒരു വിളക്കുമായിട്ട് സ്റ്റെപ്പ് കയറി ഇങ്ങനെ നടപ്പാതയിലോ കയറി മുകളിലത്തെ നിലയിൽ ചെന്ന് ഈ ഭാർഗവി തമ്പുരാട്ടിയുടെ മുറിയിൽ കൊട്ടണോ വേണ്ടത്. സമയം പാതിരാത്രി കഴിഞ്ഞു. ഈ സമയത്ത് ഒരു സ്ത്രീയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരെ കാണിക്കണോ വേണ്ടത് ഒരു നിമിഷം ഇയാൾ ആലോചിച്ചു തന്നു. ചെന്നിട്ട് കുറെ നേരം നിന്നിട്ട് ഇയാൾ തിരിച്ചിറങ്ങിപ്പോരുന്ന സമയത്താണ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുന്ന സമയത്താണ് ഈ ഭാർഗവി തമ്പുരാട്ടിയുടെ ഭർത്താവ് ഈ നെടുപിടി വേണു കയറി വരുന്നത്. ഇയാളെങ്ങനെ ഒരു കൂട്ടം ആൾക്കാരും കൂടെയുണ്ട്. ഇയാൾ അന്തം വിട്ട് നിൽക്കുക എല്ലാവരും. അപ്പോൾ പെരുന്തച്ചൻ പറയുന്നു, പണി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയമാണെങ്കിലും വിളിക്കണമെന്ന് തമ്പുരാട്ടി പറഞ്ഞു. നെടുപിടി വീണ് തൊണ്ട പൊട്ടി ചോദിക്കുക, പണി കഴിഞ്ഞോ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ ഇയാള് താഴേക്ക് ഇറങ്ങി പോകുന്നു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്താണ്, ആ ബിംബം എടുത്തുകൊണ്ട് പോയി
പ്രതിഷ്ഠിക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും പെരുന്തച്ഛൻ ഓടിച്ചെല്ലുകയാണ്. പെരുന്തച്ഛൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പ്രതിഷ്ഠിക്കല്ലേ, മകുടത്തിൽ ഒരു വരിയും കൂടി ബാക്കി കൊത്താറുണ്ട്. പെട്ടെന്ന് നെടുവടുകൾ ദേഷ്യത്തോടു കൂടി പറയുന്നു, ബിംബമൊക്കെ കുത്തി കഴിഞ്ഞു, കല്ല് ദേവനായി കഴിഞ്ഞു, ഇനി ആശാരി മാറി നിൽക്ക് എന്നാണ് നെടുവടുകൾ പറയുന്നത്. ആലോചിച്ച് നോക്കുക. അതുവരെ ദിവ്യനാണെന്നും അല്ലെങ്കിൽ സിദ്ധനാണെന്നും പെരുന്തച്ഛൻ മിടുക്കനാണെന്നും പറഞ്ഞ അതേ നാവ് കൊണ്ട് നിമിഷ നേരം കൊണ്ട് നെടുവടുകളും മാമ്പറ്റ ഉണ്ണിത്തമ്പുരാൻ പറയുന്നു, കല്ല് ദേവനും ദേവിയായി മാറിക്കഴിഞ്ഞു, ഇനി ആശാരി മാറി നിൽക്ക് എന്ന് പറയുന്ന ഒരു വാദം നിമിഷ നേരം കൊണ്ടാണ് അയാൾ ഒരു ആശാരിയാക്കി മാറ്റിക്കളഞ്ഞ ഒരു നിമിഷമുണ്ട്. അതിലൊക്കെ വളരെ ഒറ്റ വകമ്പട്ടി പെരുന്തച്ഛൻ ആ തമ്പുരാട്ടിയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ട് കരിങ്കല്ലിൽ നെറ്റി ഇടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തെറ്റ്, ചിന്തിച്ചു തന്നെ തെറ്റ്. കാരണം പാതിരാത്രിയിൽ മുകളിൽ ചെന്ന് ആ സ്ത്രീയെ വീണ്ടും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ചിന്തിച്ചു തന്നെ തെറ്റ് എന്ന് പറയുന്നതുകൊണ്ട് അയാൾ തല ഇങ്ങനെ ആ കല്ലിൽ മുട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രംഗം കണ്ടു നോക്കുക. എത്രയോ കാര്യങ്ങളെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. വികാര വിചാരങ്ങളെ ഒതുക്കി വെച്ചിരിക്കുക. പരത്തി പറയുമ്പോഴല്ല, വികാര വിചാരങ്ങളെ ഒതുക്കി വെക്കുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്. ഒരുപാട് പറയുമ്പോഴല്ലല്ലോ അല്ലെ. ഒരു കാര്യം നമുക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ വാചാലരാവില്ലല്ലോ. നമ്മൾ മറ്റൊരാളുടെ നഷ്ടം സംഭവിക്കുന്ന സമയത്ത് ഒരു മരണം സംഭവിച്ചു, നമ്മൾ അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കും. പക്ഷെ നഷ്ടം സംഭവിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കരയാൻ കഴിയുമോ? നിങ്ങൾ ആലോചിക്കുക. മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയില് അവിടെ ആ പകൽ ക്ലാസ്സില് അദ്ദേഹത്തെ വഞ്ചിച്ചിട്ട് പോയ അനുശ്രീ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്. അവള് കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു? ആ പകൽ ക്ലാസ്സിൽ എന്ന് പറയുന്ന മഹേഷ് എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരു ഭിത്തിക്ക് അഭിമുഖമായിരിക്കുകയാണ്. ഭിത്തിയുടെ നടുക്കല്ല, ഭിത്തിയോട് ചേർന്നിരുന്ന് അയാൾ ഡെസ്കിൽ കൈവച്ചുകൊണ്ട് അയാൾ വളരെ വിതുമ്പിയാണ് കരയുന്നത്. നേരിയ ശബ്ദം പോലും പുറത്തേക്ക് കേൾക്കുന്നില്ല. അയാളെ ചുമല് ചെറുതായി കുലുകുന്നു മാത്രമേ ഉള്ളൂ. അയാൾക്ക് എന്തുകൊണ്ടാണ് ഒന്നും ഒച്ച വെച്ച് കരയാൻ കഴിയാത്തത്? കാരണം അയാൾക്കുണ്ടായ നഷ്ടം അത്ര മാത്രമാണ്. കാരണം നമുക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വാചാലരാവാൻ കഴിയില്ല അല്ലേ. എന്നെ കൂടെ ഇട്ടിട്ട് പോയോ, എന്നെ കൂടെ കൊണ്ടുപോയോ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കരയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ പറ്റുന്ന എന്തുകൊണ്ടാണ്? നമുക്കുണ്ടായ നഷ്ടം അത്ര തീവ്രമല്ല. നമുക്കൊരു വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിതുമ്പിക്കരയാൻ പോലും സ്ട്രക്കായിട്ടിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. സിദ്ധാർത്ഥ ശിവയുടെ 101 ചോദ്യങ്ങൾ എന്നുള്ള സിനിമയുണ്ട്. അതിനകത്തൊരു കുട്ടി ഒരു നടന്നു പോകുമ്പോൾ ഒരു മരണം സംഭവിച്ചു കിടക്കുന്നു. അവന്റെ അച്ഛൻ സൈക്കിളിൽ പോയ സമയത്ത് അവന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്. വീട്ടിലെല്ലാവരും കരയുവാണ് ഇരിക്കുന്നത്. ഈ ചെക്കൻ മാത്രം കരയുന്നില്ല. അപ്പം ഇവൻ പോയി ക്ലാസ്സിൽ സാറിനോട് ചോദിക്കുവാണ്, ഇന്ദ്രിയത്തിനോട് ചോദിക്കുക, സാറിനോട് ചോദിക്കുവാണ്, അച്ഛാ വീട്ടിലുള്ള എല്ലാവരും ചോദിക്കുന്നു, എല്ലാവരും കരയുന്നു, പക്ഷെ ഞാൻ മാത്രം, സ്വന്തം മകനായി ഞാൻ മാത്രം എന്താണ് എനിക്ക് കരയാൻ പറ്റാത്തത്? എനിക്ക് എന്തുകൊണ്ടാണ് സാറേ കരയാൻ പറ്റാത്തതെന്ന് ഒരു ചോദ്യമായി 101ാമത്തെ ചോദ്യമായിട്ട് ഈ ചെറുക്കൻ സാറിനോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവനെ കരയാൻ കഴിയാത്തത്? ബാക്കി കരയാൻ കഴിയുന്നവർക്കൊക്കെ അവരുടെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അത്രമാത്രമില്ല. അവനുണ്ടായ നഷ്ടങ്ങൾ ഏറ്റവും തീവ്രമാണ്. അവന്റെ നഷ്ടം അവൻ്റേത് മാത്രമാണ്. അങ്ങനെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് വിതുമ്പി കരയാൻ പോലും, ഒന്ന് ചെറിയ ഒച്ച വെച്ച് കരയാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എത്ര പേര് വന്ന് ആശ്വസിപ്പിച്ചു പോയാലും നമ്മുടെ നഷ്ടം നമ്മുടേത് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവാണ് ഒരു പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ MD വാസുദേവനെ സംബന്ധിച്ചോളം. അയാൾ പ്രതിഭാശാലിയാണ്. അയാൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ. MD വാസുദേവൻ പറയുന്ന ആള് നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. ഓരോ സിനിമ ചെയ്യുമ്പോഴും അതുമായി ബന്ധിപ്പിച്ച് പുസ്തകങ്ങൾ വായിക്കുകയും റെഫർ ചെയ്യുകയും ആളുകളെ കണ്ടെത്തുകയും നന്നായി ഹോംവർക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് MD വാസുദേവൻ. ജീവിതത്തിൽ നമുക്ക് അനുഭവങ്ങൾ വേണം. അനുഭവിച്ചാൽ മാത്രമേ അറിവാകൂ. ഭൂപടം ഒരിക്കലും ഭൂമിയല്ലല്ലോ. ഇതെടുത്ത് കാണിച്ചത് മൂന്നാർ എന്ന് പറയുമ്പോൾ മൂന്നാർ ആവില്ലല്ലോ. നിങ്ങൾ അവിടെ പോയി കാണണ്ടേ? അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അനുഭവിച്ചാൽ മാത്രമേ അറിവാകൂ. അങ്ങനെ അനുഭവിച്ചു ഒരുപാട് തീക്ഷ്ണമായ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളാണ് MD വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് നമ്മൾ ഇപ്പോഴാണ് അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ആൾക്കാർ എടുത്തു നോക്കി. അപ്പോൾ പറയുന്നു, MD വാസുദേവൻ നായർ ആദ്യം പ്രമീള നായർ എന്ന് പറയുന്ന ട്യൂഷൻ സെന്ററിൽ പഠിപ്പിച്ച സമയത്ത് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. 10 വർഷം. അപ്പം സിത്താര എന്ന് പറയുന്ന ഒരു മകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിത്താരയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ, കലാമണ്ഡലത്തിലെ ടീച്ചർ, ആ ടീച്ചറുമായി പ്രണയത്തിലാവുകയും ആ ടീച്ചറെ കല്യാണം കഴിച്ചു. ആദ്യത്തെ പ്രമീള നായർ എന്ന് പറയുന്ന ടീച്ചർ അവർ പിരിഞ്ഞുപോയി. ഇവർ 2 കല്യാണം കഴിച്ചു. അങ്ങനെയൊക്കെ ജീവിച്ച സമയത്ത് അവസാന നിമിഷം ക്യാൻസർ വന്ന് മരിക്കുന്ന സമയത്ത് പ്രമീള നായർ ചോദിക്കുന്നു, MD വാസുദേവൻ നായരെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം അവരെ കാണാൻ പോയില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് ഒരു കൃതി വായിക്കുന്ന സമയത്ത് സിനിമ കണ്ടാൽ പോരെ, എന്തിനാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത്? അങ്ങനെ കടക്കാൻ പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ കൃതി വായിച്ചു കഴിയുമ്പോഴും ഇയാളുടെ ജീവിതവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നൊരു തോന്നല് നമുക്ക് വരും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ കൂടെ താമസിച്ച അവരുടെ ഏറ്റവും അടുത്ത ആളുകൾ പറയുന്നു, ഇവരെ പോലെ മോശക്കാരായ ആൾക്കാർ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ കൃതികളിലൂടെ, നമ്മൾ സാഹിത്യത്തിലൂടെ നമ്മൾ അറിയപ്പെടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. ഇവരെയൊക്കെ ആരാധിക്കുകയും ചെയ്യും. ഏറ്റവും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അയ്യപ്പൻ
അല്ലേ? ഇപ്പം പറയുന്നു നിനക്ക് പകരമാവാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന തിരിച്ചറിവിന്റെ പേരാണ് പ്രണയം. അല്ലേ? എന്താണ് പ്രണയം ചോദിക്കും പറയും നിനക്ക് പകരമാവാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന തിരിച്ചറിവിന്റെ പേരാണ് പ്രണയം എന്ന് പറഞ്ഞ ഇവനെ കുറിച്ച് അയാളുടെ കൂടെ താമസിച്ച സ്ത്രീ പറയുന്നു ഇത്രമാത്രം വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ വയലാറിനെ കുറിച്ച് പറയുമ്പോൾ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം തരുമോ എന്ന് ചോദിച്ച വയലാർ ആദ്യം കല്യാണം കഴിച്ച സമയത്ത് 5-6 വർഷം ജീവിച്ച സമയത്താണ് ആ സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയില്ല, കുട്ടികൾ ഉണ്ടാവില്ല തിരിച്ചറിഞ്ഞപ്പോൾ വയലാറിന്റെ അമ്മ പറഞ്ഞു നീ ഇവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഭാര്യയുടെ അനിയത്തിയെ വയലാർ കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളുണ്ടായി. 4-5 വയലാർ ചരിത്രവർമ്മ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടായി. ഏറ്റവും രസം എന്ന് പറയുന്നു ഈ അനിയത്തി പ്രസവിച്ചുകിടന്ന സമയത്ത് ആദ്യം പോയ ആ സ്ത്രീയാണ് ഈ കുട്ടികളെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നത്. അവരുടെ മാനസികാവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അല്ലേ? കുട്ടികൾ ഉണ്ടാകത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയ ആ സ്ത്രീയുടെ അനിയത്തി ഈ ഭർത്താവിനെ കല്യാണം കഴിക്കുകയും അവർക്ക് കുട്ടികളുണ്ടായപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി സ്ത്രീ വന്നിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ എന്താവാം വിചാരം? അതിനെ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അതിനെ നമുക്ക് എവിടെയെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ ആലോചിച്ച് നോക്കുക എത്ര ജീവിതത്തിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയാത്ത എത്ര അനുഭവങ്ങളും ഇല്ലേ? അല്ലെങ്കിൽ ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ തരാം എന്ന് അല്ലെങ്കിൽ ഓരോ പാട്ട് എഴുതുമ്പോഴും ഈ വയലാറിന്റെ മനസ്സിൽ എന്താവാം? അവർ പല സ്ഥലത്ത് വെച്ച് ഈ ആദ്യ ഭാര്യയെ കാണുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ എന്താവാം പരസ്പരം പറയാനുണ്ടാവുക? ഇവർക്ക് എന്ത് പറയാൻ കഴിയും? ഇവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? പരസ്പരം നോക്കിയിരിക്കാനല്ലാതെ ഇവർക്ക് ഒരു വാക്ക് പറയാൻ കഴിയുമോ? ഒന്നും കഴിയില്ല എന്നുള്ളതാണ്. ഒരു വാക്ക് പോലും മിണ്ടാൻ, ഒരു നിശബ്ദത മാത്രമല്ലാതെ മറ്റൊരു വാക്ക് പറയാൻ കഴിയുമോ? ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ വളരെ കൃത്യമായി ആവിഷ്കരിച്ച ആളാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അങ്ങനെ ഏത് എഴുത്തുകാരനെ എടുത്തു നോക്കിയാലും അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ പ്രതിഭാശാലിയായ എം ടി വാസുദേവൻ നായർക്ക് നല്ല ഭാഷയുണ്ട്. അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്യും. ഏത് സിനിമ ചെയ്യുന്ന സമയത്തും ചരിത്രം വായിക്കുകയും പുസ്തകം വായിക്കുകയും നന്നായി ഹോംവർക്ക് ചെയ്യും. അതിനുശേഷം അദ്ദേഹം നല്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. നിങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന സിനിമ വേലായുധൻകുട്ടിയുണ്ട്. അവന് ഭ്രാന്താണ്, വേലായുധൻകുട്ടിക്ക് ഭ്രാന്താണ്, അവനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ വേലായുധൻകുട്ടി ഒരു കാമുകിയുണ്ട്. ആ കാമുകിയുടെ കല്യാണം കഴിഞ്ഞു പോയ സമയത്ത് ആ സ്ത്രീയുടെ പുറകെ വേലായുധൻകുട്ടി ഓടിച്ചെല്ലുവാണ്. അപ്പൊ ചങ്ങലയും പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ ഈ വേലായുധൻകുട്ടി എറിഞ്ഞ് നെറ്റിയും പൊട്ടിച്ച് ആ പെൺകുട്ടി പോയ സമയത്ത് വേലായുധൻകുട്ടി വന്നിട്ട് അച്ഛനും അമ്മയോടും പറയാണ് എന്നെ പൂട്ടിയിടൂ, എനിക്ക് ഭ്രാന്താണ് എന്ന് പറയണം. അല്ലേ? അവനെ പൂട്ടിയിടൂ, അവന് ഭ്രാന്താണ് എന്ന് നമ്മൾ പറയുന്ന പോലെയാണോ? ഞാൻ വന്ന് നിങ്ങളോട് പറയണോ എന്നെ പൂട്ടിയിടൂ, എനിക്ക് ഭ്രാന്താണ് എന്നൊരു കഥാപാത്രം പറയുമ്പോൾ അവിടെ അനുഭവിക്കുന്ന ഒരു വികാര വിചാരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ തന്നെ പറയുന്നു, അപ്പൊ അയാൾക്കാണോ ഭ്രാന്ത്? ആലോചിച്ച് നോക്കുക അല്ലേ? കുഴിബോംബിൽ ചവിട്ടിയ മാതിരി അല്ലേ നമ്മൾ ചില ജീവിതവുമായി ഇടപെടുമ്പോഴാണ് കുഴിബോംബിൽ ചവിട്ടിയാൽ നമ്മൾ ചെതറിപ്പോവും. കുഴിബോംബിൽ ചവിട്ടിയ മാതിരി ചില കഥാപാത്രങ്ങളും ചില സംഭവങ്ങളും വായിച്ചു കഴിയുമ്പോൾ നമ്മളെ ചെതറച്ച് കളയുന്ന ചില അനുഭവങ്ങളും ചില വീക്ഷണങ്ങളും ചില സന്ദർഭങ്ങളും എം ടി വാസുദേവൻ നായരുടെ കൃതികളിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ തന്നെ തകർത്ത് കളയുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പോൾ സ്നേഹങ്ങളും വിഷാദങ്ങളും പ്രതികാരവും, താഴ്വാരം എന്നൊക്കെ പറഞ്ഞ സിനിമ, പ്രതികാരങ്ങളും മനുഷ്യന്റെ ദയനീയമായ അവസ്ഥകളും സ്നേഹം ഉദിക്കുന്ന മനുഷ്യരുടെ അവസ്ഥകളും പരാജയപ്പെട്ടു പോകുന്നവരുടെ കഥകളും ഒക്കെ കൃത്യമായി ഒരു കൂട്ടം മലയാളിയെ സംബന്ധിച്ചോളം അവരുടെ ഇത്തരം വൈകാരികമായ എല്ലാ അവസ്ഥകളെയും ഇത്തരം കൃത്യമായ രീതിയിൽ ആവിഷ്കരിച്ച ഒരു എഴുത്തുകാരനില്ല. ഞാൻ എല്ലാം പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എം ടി വാസുദേവൻ നായർ വെറുതെ എടുത്ത് വായിക്കാൻ എൻ്റെ ഒരു എന്താ പറയാ ഈ പ്രഭാഷണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ എം ടി വാസുദേവൻ നായരുടെ മഹത്തരങ്ങളോ അല്ലെങ്കിൽ കൃതിയുടെ എല്ലാ വശങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഒരാൾക്കെങ്കിലും ഒരു കഥയെങ്കിലും വായിച്ചു നോക്കാൻ, ഒരു സിനിമ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഒരാൾക്കെങ്കിലും തോന്നിയാൽ അത്രമേ ഞാൻ നിങ്ങളുടെ അടുത്ത് വിചാരിക്കുന്നുള്ളൂ. അത്ര മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. എന്തായാലും 1 മണിക്കൂർ സമയം ഏകദേശം അടുത്ത് വരുന്നു. എന്തായാലും ഇങ്ങനെയൊരു അവസരം തന്ന നജീം സാറിനും മലയാളം ഡിപ്പാർട്ട്മെന്റിനും പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനും മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇനിയൊരിക്കലും അല്ലേ മന്ദാരത്തിന്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂടുവെട്ടി യാത്രയാവും വരെ കൂടെ ഉണ്ടാവും. തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം എം എസ് ബിജു.